ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുസഭയെ സംബന്ധിക്കുന്ന ആത്മീയ രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ അറിയുവാൻ, അതുവഴി കർത്താവിൻ്റെ സഭയെ കൂടുതൽ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയുവാൻ ഈ രാവിലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു തിരുവചനം ഗൗരവത്തോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 22-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശരീരം നിരന്തരം വിരുന്നായി ബലിയായി അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുടുംബമാണ് തിരുസഭ. ഈശോ തൻ്റെ പരിശുദ്ധ സഭയെ സ്ഥാപിച്ചത് തൻ്റെ ശരീരം നിരന്തരം സഭയിലൂടെ ലോകത്തിന് മക്കൾക്ക് നൽകാനാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ തിരുസഭ ഈശോമിശിഹായുടെ ശരീരമാണെന്ന് നമ്മൾ ഏറ്റുപറയുന്നത്. സഭയെ സംബന്ധിക്കുന്ന വലിയ ആത്മീയ രഹസ്യം, സഭ എന്നത് ലോകമെമ്പാടും ദൈവം ഒരുമിച്ച് കൂട്ടുന്ന ജനമാണ്. കർത്താവിൻ്റെ പരിശുദ്ധ സഭ യഥാർത്ഥത്തിൽ സഭയാകുന്നത് ആരാധനാപരമായ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യപരമായ സമൂഹം എന്ന നിലയിലാണ് അത് യാഥാർത്ഥ്യമാക്കപ്പെടുന്നതെന്ന് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. സഭ കൂട്ടായ്മയാകുന്നത് ഏറ്റവും പ്രധാനമായി അൾത്താരയിൽ ഈശോമിശിഹായുടെ പരിശുദ്ധ തിരുശരീരം നമുക്കായി വിളമ്പപ്പെടുന്ന കൂട്ടായ്മയുടെ നിമിഷങ്ങളിലാണ് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ സഭയുടെ വലിയ മഹത്വം അനുഭവിക്കുന്നത്. ഈ രാവിൽ കർത്താവിൻ്റെ കുർബാനയിലൂടെ കുട്ടി യോജിപ്പിക്കപ്പെട്ട് നാം പലരായിരിക്കുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പങ്കുപറ്റുന്നതിലൂടെ നാം ഒന്നാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ് ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ അനുഭവം നമ്മുടെ ആത്മാവിൽ സ്നേഹ കുടുംബമായി കൂട്ടായ്മയായി ലോകത്തിൻ്റെ പല ദിക്കുകളിലിരുന്നാണ് നമ്മൾ ഈ തിരുവചന ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതെങ്കിലും യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒന്നാണെന്ന് അവൻ്റെ ശരീരത്തിൽ ഞാനും നിങ്ങളും പങ്കുപറ്റുന്നതിലൂടെ നമ്മൾ അസാധാരണമായ ഒരു ദൈവൈക്യം കൂട്ടായ്മ നമ്മൾ ലോകത്തിൽ എവിടെയായാലും പങ്കുപറ്റുന്നു എന്ന്. ഓരോ ജീവിതങ്ങളിലും അവർ സന്തോഷത്തിലായിരിക്കുമ്പം ആ സന്തോഷത്തിൻ്റെ ഒരു പങ്കാളിത്തം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ ദുഃഖത്തിലാകുമ്പം, പ്രയാസത്തിലാകുമ്പം സഭാശരീരം ഒന്നടങ്കം വേദനിക്കുന്നു. ഈശോമിശിഹ ശിരസായ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളായ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയിൽ ഒന്നാകുമ്പോഴാണ് തിരുസഭയുടെ ആത്മീയ അനുഭവം, ഐക്യം നമ്മൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത്. ആ ഐക്യത്തെ നമുക്ക് തരുന്ന കുർബാനയുടെ വലിയൊരു അനുഭവം ഈ രാവിലെ നമുക്ക് അനുഭവിക്കുവാൻ, എന്നെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ മഹത്വമുള്ള സാന്നിധ്യം കൂടുതൽ പ്രകാശിക്കുവാൻ, കുർബാനയെ നമുക്ക് നൽകുന്ന പരിശുദ്ധ സഭയോർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ, പരിശുദ്ധ സഭയിൽ കുർബാനയാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, കുർബാനയെ മിശിഹായുടെ തിരുശരീര രക്തങ്ങളെ രൂപാന്തരപ്പെടുത്തി തിരുസഭയ്ക്ക് നിരന്തരം വിളമ്പുന്ന ദൈവാത്മാവിൻ്റെ അഭിഷേകം ഈ രാവിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ ആത്മാവേ, കുർബാനയെ ഞങ്ങൾക്ക് തരുന്ന ആത്മാവേ, തിരുസഭയെ ഐക്യത്തിൻ്റെ കുടുംബമാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവേ, ഏകോദര സഹോദരി സഹോദരങ്ങളായി കർത്താവിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഐക്യത്തിൻ്റെ ആത്മാവേ, ഈ രാവിലെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ഐക്യത്തിൻ്റെ അഭിഷേകമായി വരണമേ. സഭാ സമൂഹങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പല ദിക്കുകളിലുള്ള കർത്താവിൻ്റെ സഭയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റൂഹായേ, പരിശുദ്ധ റൂഹായേ, ആദ്യം അപ്പസ്തോലിക സഭയിൽ നിറഞ്ഞതുപോലെ ഈ രാവിൽ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, സഭാ കൂട്ടായ്മകളുടെ മേൽ, ഇടവകകളിൽ അങ്ങയുടെ ചൈതന്യം നിറയട്ടെ. ഓരോ വ്യക്തി സഭകളിലും കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. പരിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവൻ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, അങ്ങയുടെ ചൈതന്യം വ്യാപരിക്കട്ടെ. അപ്പസ്തോലിക സഭകളിലേക്ക് അങ്ങയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ മഹത്വം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കൂട്ടായ്മയെ തരുന്ന പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് അങ്ങയുടെ പ്രത്യേക സാന്നിധ്യം ഈ രാവിലെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സഭയെ വിശുദ്ധീകരിക്കുവാൻ, അങ്ങയുടെ സഭയെ ഐക്യത്തിന്റെ കൂദാശയായി രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ വരണമേ. കുർബാനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഓരോ കുർബാനയിൽ അങ്ങയുടെ സാന്നിധ്യം തിരുസഭയിൽ വെളിപ്പെടുമ്പം അത് ഞങ്ങളുടെ കുടുംബങ്ങളിലും വെളിപ്പെടുവാൻ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവേ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ശക്തി സാന്നിധ്യം ഓരോ സ്ഥല സമൂഹങ്ങളില്, പല കൂട്ടായ്മകളില് ഈ സമയങ്ങളിൽ വെളിപ്പെടുവാൻ, ഓരോ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല സഭയിൽ അങ്ങയുടെ സാന്നിധ്യം ആരംഭത്തിൽ വെളിപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ അപ്പസ്തോല സഭയിൽ അങ്ങയുടെ മഹത്വം നിറയട്ടെ, സാന്നിധ്യം വെളിപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൻ കാറ്റായി വീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൻ കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൻ കാറ്റായി വീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൻ കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. ആത്മാവിൻ അഗ്നി കത്തിപ്പടരട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ നിമിഷം നമ്മുടെ കരങ്ങൾ ഒരു നിമിഷം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള സാന്നിധ്യം നിറയാൻ പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം അവിടെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് അവിടുന്ന് വാഗ്ദാനം തന്നിട്ടുണ്ട്. അവിടുത്തെ തിരുസഭയിൽ നമ്മളൊരു കുടുംബമായി സ്നേഹത്തോടെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുവാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ, നമ്മുടെ സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
നമ്മളിപ്പോൾ എവിടെയായാലും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിസ്ഥലത്താണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ രോഗശയ്യയിലാണെങ്കിൽ നിങ്ങൾ സൗഖ്യം അനുഭവിക്കട്ടെ. കർത്താവേ, മക്കളെ ആശ്വസിപ്പിക്കണമേ. നിങ്ങളുടെ മഹത്വം, സാന്നിധ്യം കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായുടെ ജീവനുള്ള നാമത്തിൽ, പരിശുദ്ധാത്മാവിൽ, അബ്ബാ പിതാവിൽ മക്കളെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ രാവിൽ ഈശോയുടെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ ഇറങ്ങുന്ന അനുഗ്രഹങ്ങൾ നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ തിരുസഭയെ സംബന്ധിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞാൽ നമ്മൾ സഭയെ അഗാധമായി, അനന്തമായി, നിരന്തരം സ്നേഹിക്കും, സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമുക്ക് സ്നേഹത്തിൽ കുറവ് സംഭവിക്കുന്നത് വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ടാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒപ്പം ജീവിക്കുമ്പോഴും അവരെക്കുറിച്ച് വേണ്ടത്ര അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കവരെ അല്പം കൂടി സ്നേഹിക്കുവാൻ സാധിക്കുമായിരുന്നു. കുടുംബാംഗങ്ങളിൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പം പരസ്പരം പങ്കുവെക്കുന്ന ഒരു അനുഭവമാണല്ലോ. കൂടെ ആയിരുന്നപ്പം കൂടെയുള്ളവളുടെ വില അറിഞ്ഞില്ല. അല്പം കൂടി അറിഞ്ഞിരുന്നെങ്കിൽ അല്പം കൂടി സ്നേഹിക്കാമായിരുന്നു. വിട പറയും വരെ സ്നേഹം അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ബോധത്തോടെ ഇരിക്കുമ്പം പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നത്, ഏറ്റവും വിലപ്പെട്ടതിനെ സ്നേഹിക്കുന്നത് എത്രയോ വില കൂടിയ കാര്യമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട നിധി പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഒരു മകനായി, മകളായി ഞാനും നിങ്ങളും ജീവിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ സഭയിൽ ഈശോ ജീവിക്കുന്നു എന്ന പരമമായ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയാൽ ഞാനും നിങ്ങളും തിരുസഭയെ സ്നേഹിക്കുന്ന ശൈലി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും അറിവിന് നമ്മളെ വലിയ വിശ്വാസത്തിലേക്ക് നയിക്കുവാനുള്ള ശക്തിയുണ്ട്. സത്യത്തിൽ ആദ്യ മാതാപിതാക്കൾക്ക് തെറ്റിയത് എവിടെയാണെന്ന് നമുക്കറിയാം. അവർ തെറ്റായ ഒരു അറിവ് സ്വീകരിച്ചു. ദൈവം പരിപൂർണ നന്മയാണെന്ന്, സ്നേഹമാണെന്ന് അറിഞ്ഞിട്ടും അതിന് വിപരീതമായൊരു അറിവ് പിശാച് കൊടുത്തപ്പം അവർ തെറ്റായ ഒരു അറിവ് സ്വീകരിച്ചു. അതിൽ നിന്ന് അവർ അവിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടു. ആ അവിശ്വാസമാണ് അവരെ യഥാർത്ഥത്തിൽ അനുസരണക്കേടിലേക്ക് നയിച്ചത് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പ് എങ്ങനെയാണ് സാധിക്കുന്നത്? ശരിയായ അറിവ്. അതാണ് ഈശോ മിശിഹായിലൂടെ നമുക്ക് കിട്ടിയത്. പിതാവിനെ സംബന്ധിച്ച്, സ്വർഗീയ രഹസ്യങ്ങളെ സംബന്ധിച്ച്, മനുഷ്യന്റെ ഭാവി ഭാഗധേയങ്ങളെ സംബന്ധിച്ച്, നിയോഗങ്ങളെ സംബന്ധിച്ച്, അവൻ്റെ നിത്യതയെ സംബന്ധിച്ച്, നിലനിൽപ്പിനെ സംബന്ധിച്ച് ഈശോ മിശിഹ ശരിയായ അറിവ് തൻ്റെ സുവിശേഷത്തിലൂടെ, തൻ്റെ പങ്കുവെപ്പിലൂടെ, പ്രബോധനത്തിലൂടെ നിരന്തരം മനുഷ്യനെ കൂട്ടി യോജിപ്പിച്ച് യാത്ര ചെയ്ത് ഈ ഭൂമിയിൽ യാത്ര ചെയ്ത സമയത്ത് അവൻ പങ്കുവെച്ച് തന്നു. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് സത്യം മാത്രമേ പുറത്തു വരികയുള്ളൂ. സത്യം, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണെന്ന് പറഞ്ഞ തമ്പുരാൻ കർത്താവ് യഥാർത്ഥ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് തുറന്നു. ഈശോ മിശിഹ തുറന്ന വഴിയാണ് പരിശുദ്ധ സഭ. അവനിലൂടെയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ആ രക്ഷയ്ക്കുള്ള വഴിയായി ഈശോ ഈ ഭൂമിയിൽ തൻ്റെ സഭയെ സ്ഥാപിച്ചുവെങ്കിൽ ആ സഭയെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. ശരിയായ അറിവ് വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. ആ വിശ്വാസം നമ്മെ അനുസരിക്കുവാൻ, ജീവിക്കുവാൻ, വിശുദ്ധി ജീവിക്കുവാൻ, സ്നേഹം ജീവിക്കുവാൻ, ക്ഷമ ജീവിക്കുവാൻ, പങ്കുവെക്കുവാൻ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശരിയായ അറിവ് കിട്ടുന്ന പരിശുദ്ധമായ ദിനങ്ങളായി ഈ ദിനങ്ങളെ മാറ്റണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ശരിയായ അറിവ് സ്വീകരിക്കുവാൻ നിരന്തരം പരിശുദ്ധാത്മാവിന് വേണം. അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത്, പിതാവേ, ഞങ്ങൾക്ക് അന്നന്ന് വേണ്ട ആഹാരം തരണമേ. അന്നന്ന് ജീവിക്കാനുള്ള, വിശുദ്ധി ജീവിക്കാൻ, സ്നേഹം ജീവിക്കാൻ, പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിനെ തരണമേ. കുർബാന അപ്പം തരണമേ. ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയിൽ ഒരു കുടുംബമായി നമ്മൾ ജീവിക്കുമ്പം, സഭയെന്ന വലിയ യാഥാർത്ഥ്യത്തെ ആഴമായി അറിയുമ്പം നമുക്ക് ആഴമായി സഭയെ സ്നേഹിക്കുവാൻ ദൈവം കൃപ തരും. ശരിയായ അറിവ് ഞങ്ങൾക്ക് തരണമേന്ന് ഞങ്ങളെ വിഘടിപ്പിച്ച ആശയങ്ങളിൽ നിന്ന്, തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന്, അബദ്ധ പ്രബോധനങ്ങളിൽ നിന്ന് കർത്താവേ
ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വഴിതെറ്റാതെ ഇരിക്കാനുള്ള യഥാർത്ഥമായ സാധ്യത നമുക്ക് തുറന്നു തരുന്നത് പരിശുദ്ധ സഭയെ സ്നേഹിക്കുന്നതിലൂടെയാണ്. കാരണം സഭ ഒരിക്കലും തെറ്റു പഠിപ്പിക്കുകയില്ല. സഭയിലെ മക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ തെറ്റിട്ടുണ്ടാകാം, പക്ഷെ സഭ ഒരു കുടുംബമായി, മിശിഹായുടെ ശരീരമായി നമ്മളതിനെ പരിഗണിക്കുമ്പം അതിൽ ജീവിച്ച മനുഷ്യർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം. അവരാ തെറ്റു മനസ്സിലാക്കി തിരിച്ചു വരുമ്പം കുമ്പസാരക്കൂട് ഒരുക്കി കർത്താവിൻ്റെ സഭ അവരെ വീണ്ടും സ്വീകരിക്കുന്നു. സഭ മിശിഹായുടെ ശരീരമാണെങ്കിൽ പ്രിയപ്പെട്ടവരും തെറ്റുപറ്റാൻ ആവുകയില്ല. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടങ്ങളിൽ അത് തെറ്റിലേക്ക് നീങ്ങുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ കൃത്യമായ പാതയിലേക്ക്, സുവിശേഷത്തിൻ്റെ ആത്മാവിനെ പകർന്നു കൊടുത്ത് അതിനെ എന്നും കാലഘട്ടങ്ങളിൽ നയിച്ചിട്ടുള്ളത്. തെറ്റ് പറ്റാനുള്ള സാധ്യതകളുടെ വരമ്പുകളിൽ ദൈവാത്മാവ് കൂട്ടുകാരനായി, സഹയാത്രികനായി യാത്ര ചെയ്ത അനുഭവം തിരുസഭയ്ക്ക് അതിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ കർത്താവിൻ്റെ സഭയ്ക്ക് അനുഭവിക്കാൻ പറ്റിയത് സത്യസഭ നിരന്തരം ഈശോമിശിഹായുടെ ശരീരമാണ് എന്നുള്ള പരമമായ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ സത്യം ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഈ രാവിലെ പ്രിയപ്പെട്ടവരെ, സത്യസഭയെക്കുള്ളിൽ സ്നേഹിക്കാൻ സഹായിക്കുന്ന ആത്മീയ വിചിന്തനങ്ങൾ ഈശോ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ അത് നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈ സമയം ഒരുക്കാം. ഒന്നാമത്തെ ഒരു ചിന്ത ഈ ദിവസം നമുക്ക് പ്രത്യേകം പങ്കുവെക്കുവാനുള്ളത്, മിശിഹായുടെ ശരീരമാണ് സഭയെന്ന വലിയ യാഥാർത്ഥ്യമാണ്. ഈശോ മിശിഹായുടെ ശരീരമാണ് സഭ. ആ ശരീരത്തിൽ ഈശോ മിശിഹ ശിരസ്സാണ്. ഈശോ മിശിഹ ശിരസ്സായിരിക്കുന്ന ശരീരമാണ് സഭ എന്ന്. സഭയെ വിശുദ്ധ സുവിശേഷം പല വിധത്തിൽ ഈശോയുമായിട്ടുള്ള ഗാഢമായ ഐക്യത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യത്യസ്തമായ പ്രതീകങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഈശോ ഇടയനായ ആട്ടിൻപറ്റമാണ് സഭ എന്ന് കർത്താവിൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. സഭാപിതാക്കന്മാർ അത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മിശിഹായുടെ ആട്ടിൻപറ്റമാണ് നമ്മൾ. മിശിഹ ശിരസായിരിക്കുന്ന ശരീരമാണ് നമ്മൾ. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് മണവാളനാണ്, സഭ മണവാട്ടിയാണ്. സഭ യുഗാന്ത്യത്തിൽ മണവാട്ടിയായ സഭയെ പിതാവായ ദൈവത്തിന് മണവാളനായ യേശുക്രിസ്തു സമർപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ആരാധനാക്രമത്തിൽ വല്ലാതെ ഓർമ്മിക്കുന്ന യാഥാർത്ഥ്യമാണ്. യുഗാന്ത്യത്തെ ഓർമ്മിപ്പിക്കുമ്പം ഈ യാഥാർത്ഥ്യത്തെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ കുർബാനയിൽ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാവിൽ ഈ വലിയ യാഥാർത്ഥ്യത്തെ ആത്മാവിൽ സ്വീകരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇതിനെ പ്രത്യേകം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഒരുങ്ങുമ്പം സഭയുടെ ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചുകൂടി നമുക്ക് ബോധ്യം വേണം. സഭ ഒരേ സമയം ദൃശ്യവുമാണ്, അതേസമയം പ്രിയപ്പെട്ടവരെ ആധ്യാത്മികമായി സ്വർഗത്തിൽ ഓരോ നിമിഷവും ജീവിക്കുന്ന കൂട്ടായ്മയുമാണ്. സത്യസഭയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം ഈ യാഥാർത്ഥ്യം നിരന്തരം മനസ്സിലാക്കണം. നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ വിഷമിക്കുമ്പം, സങ്കടപ്പെടുമ്പം, നമ്മൾ പ്രതിസന്ധികളുടെ നിലയില്ലാ കയങ്ങളിൽ മുങ്ങുമ്പം, നമ്മളിൽ വല്ലാതെ വേർപാടിൻ്റെയും ദുഃഖങ്ങളുടെയും വലിയ ഞെരുക്കങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നനച്ചിരിക്കാത്ത നേരങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പം, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ജീവിതം നമുക്ക് മുമ്പിൽ വല്ലാതെ വേർപെട്ടതുപോലെ, മുറിയപ്പെട്ടതുപോലെ, തകർക്കപ്പെട്ടതുപോലെ, നമ്മുടെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അനേകം വച്ച് നീട്ടുമ്പം, പ്രിയപ്പെട്ടവരെ, വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തെ വീണ്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രത്യാശയോടെ നോക്കാൻ സഹായിക്കുന്ന കാരണം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാണുന്നതല്ല നമ്മുടെ ജീവിതം. അദൃശ്യമായ സ്വർഗീയമായ ഒരു അഭിഷേകം, ഒരു യാഥാർത്ഥ്യം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നു. ഈശോയെ വിളിക്കുമ്പം ഈശോയുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ നമുക്ക് വെളിപ്പെടുന്നതിനോടൊപ്പം സ്വർഗത്തിൽ ആ സാന്നിധ്യം നമ്മളെ പ്രത്യേകം ചേർത്ത് പിടിക്കുന്നുവെന്ന് ഓരോ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പം പ്രിയപ്പെട്ട സ്വർഗം ഈ മണ്ണിൽ ഇറങ്ങുന്നു എന്ന യാഥാർത്ഥ്യം, ഓരോ കുംഭസാരക്കൂടുകളിൽ എൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പം സ്വർഗത്തിലും അത് മോചിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം, ഒരു കുരിശടയാളം നിന്റെ നെറ്റിത്തടത്തിൽ വരയ്ക്കപ്പെടുമ്പം അദൃശ്യനായ ഈശോമിശിഹായുടെ പരിശുദ്ധ കരം നിന്റെ ജീവിതത്തെ ആകമാനം വിശുദ്ധീകരിക്കുവാൻ സ്പർശിച്ചു എന്ന യാഥാർത്ഥ്യം, വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങളും ദുർബലമായ മനുഷ്യ ജീവിതങ്ങളിലേക്കാണ് ദൈവം ഈ അദൃശ്യമായ അഭിഷേകത്തിൻ്റെ അപരിമേയമായ ദൈവത്തിൻ്റെ കൃപയെ മുഴുവൻ സന്നിവേശിപ്പിച്ച് നൽകിയതെങ്കിലും
ആ ദുർബല കരങ്ങൾ നിന്നെ തൊടുമ്പം, യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കരത്തോടെ, കർത്താവിൻ്റെ ഹൃദയത്തോടെ ആ കരം നിന്നെ തൊടുമ്പം, സുവിശേഷത്തിൻ്റെ അഭിഷേകത്തിൽ, കൂദാശകളുടെ അനുഗ്രഹത്തിൽ ആ കരങ്ങൾ നിന്നെ തൊടുമ്പം, ദൈവ സാന്നിധ്യമാണ് നിന്നിലേക്ക് അത് പകരുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ, അദൃശ്യമായ ദൈവത്തിൻ്റെ മഹത്വത്തെ സഭയിൽ സ്വീകരിച്ച് സ്നേഹിച്ച് യാത്ര ചെയ്യുന്ന ഒരാളുടെ അനുഭവം പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തരും. അതാണ് സഭയെ സംബന്ധിച്ച് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന വലിയൊരു സത്യം. CCC, കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 771 നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം. ഏക മധ്യസ്ഥനായ ക്രിസ്തു ഈ ഭൂമിയിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ സമൂഹമായ തൻ്റെ പരിശുദ്ധ സഭയെ ദൃശ്യമായൊരു ഘടനയായി സ്ഥാപിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിലൂടെ മനുഷ്യർക്ക് സത്യവും കൃപാവരവും പ്രദാനം ചെയ്യുന്നു. ദൃശ്യമായ സമൂഹവും അതേസമയം ആധ്യാത്മികമായ സമൂഹവും, ഭൂമിയിലുള്ള സഭയും അതേസമയം സ്വർഗീയ നന്മകളാൽ അലങ്കൃതയായ സഭയും. ഒരേ സമയം പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ഒരുമിച്ച് ഒരേ കൂട്ടായ്മയിൽ യാത്ര ചെയ്യുന്നതാണ് സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രിയപ്പെട്ട ഏക മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള സാന്നിധ്യം പേറുന്ന പരിശുദ്ധ സഭയിൽ നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ജീവിക്കുമ്പോൾ അത് നമ്മെ സ്വർഗത്തിലും വിലയുള്ളതാക്കി മാറ്റുമെന്നും, ഒരേ സമയം തിരുസഭയിൽ ഉദാശകളിൽ നമ്മൾ പങ്കുചേരുമ്പം, നമ്മൾ കൂട്ടായ്മയായി ഒരുമിച്ച് ചേരുമ്പം നമ്മോടൊപ്പം സ്വർഗവാസികൾ അണിനിരക്കുന്നുവെന്ന്, സ്വർഗം മുഴുവൻ പരിശുദ്ധ തൃത്വത്തെ നിരന്തരം ആരാധിക്കുന്ന സ്വർഗീയ സമൂഹം ആരാധിക്കുന്ന കൂട്ടായ്മകളിലേക്ക് കടന്നു വരുന്നെന്നുള്ള വലിയ ബോധമാണ് വിശുദ്ധരെ കൂടുതൽ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ദൈവീക രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ സഹായിച്ചത്. ആ വിശ്വാസത്തിൻ്റെ തിരുനാളമാണ് ഇന്ന് രാവിലെ നമുക്ക് കൂടുതൽ കത്തിജ്വലിച്ച് കിട്ടേണ്ടത്. അത് കത്തിജ്വലിച്ച് കിട്ടിയാൽ പ്രഭാതത്തിൽ നമ്മൾ തിരുവല്ലയിലേക്ക് യാത്ര പോകുമ്പോൾ കൂടുതൽ ഒരുക്കത്തോടും വെണ്മയോടും കൂടി നമ്മൾ യാത്ര പോകും. കൂടുതൽ വിശുദ്ധിയോടുകൂടി നമ്മൾ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങും. പ്രിയപ്പെട്ടവർ, ഈ വെണ്മയുള്ള ബോധ്യങ്ങൾ, വിശ്വാസത്തിൻ്റെ അടിത്തറ നമുക്ക് നഷ്ടപ്പെട്ടാൽ, ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുവെന്ന്, പരമപരിശുദ്ധനായ കർത്താവ് സഭയിലുണ്ടെന്ന് ആ വലിയ ബോധ്യ ആഴത്തിൽ പതിഞ്ഞാൽ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. ഈശോയ്ക്ക് വേണ്ടി സമർപ്പിത ഭവനങ്ങളിൽ വലിയ മഹത്വമുള്ള ദൈവസാന്നിധ്യം നിറയും. ഈ ആത്മീയ അഭിഷേകം, ബോധ്യം നഷ്ടപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ കുറവെന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ബെനഡിക്റ്റ് പാപ്പ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് നമുക്ക് ഒരേപോലെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും, പുരോഹിതർക്കും സമർപ്പിതർക്കും കുടുംബങ്ങൾക്കും എല്ലാം സംഭവിച്ച ഒരു അപജയം, ദൈവസാന്നിധ്യം, ഇത്രയും മഹത്വമുള്ള സാന്നിധ്യം, നമ്മുടെ കൂടെയുള്ള സാന്നിധ്യം, നമ്മൾ നിരന്തരമായ ഇടപെടലിലൂടെ, നിരന്തരമായ സന്ദർശനങ്ങളിലൂടെ, നിരന്തരം ദൈവിക പരിസരത്ത് ജീവിച്ച് നമ്മളിൽ നിന്ന് ആ യാഥാർത്ഥ്യ ബോധം എങ്ങനെയൊക്കെയോ കുറഞ്ഞു. ഈശോ കൂടെ വസിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം, പരമമായ വിശുദ്ധിയുടെ നിറകുടമായ പരമപരിശുദ്ധനായ ദൈവം ഈ കൂടാരത്തിലുണ്ട്, ആ കൂടാരത്തിൻ്റെ കോണിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന്, അവൻ വസിക്കുന്ന കൂടാരത്തിലാണ് ഞാൻ ഉറങ്ങുന്നതെന്ന്, എഴുന്നേൽക്കുന്നതെന്ന്, ഞാൻ വ്യാപരിക്കുന്നതെന്ന്, ഞാൻ ഇടപഴകുന്നതെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടത് വലിയ അപകടത്തിന് കാരണമാകുമെന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ദേവാലയത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പാദം തൊട്ടു നിൽക്കുന്നത്, നമ്മൾ ദേവാലയത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, ദേവാലയം നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കൂടാരമായ എൻ്റെ ശരീരത്തെ ഞാൻ എങ്ങനെയാണ് എപ്പോഴും പരിഗണിക്കുന്നത്. നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആ ശരീരത്തെ ഞാൻ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? എൻ്റെ ഹൃദയത്തിൻ്റെ ദൈവം വസിക്കുന്നുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിൽ കിട്ടിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എത്രയോ അധികം രൂപാന്തരപ്പെടും. പരിശുദ്ധ സഭയിൽ ഏറ്റവും പ്രത്യേകമായി ഈശോയുടെ മുഴുവൻ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ഇടം കുർബാനയുടെ സാന്നിധ്യമാണ്. പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന, നീണ്ടു നിൽക്കുന്ന, നിലനിൽക്കുന്ന അവിടുത്തെ ദിവ്യകാരുണ്യത്തിലാണ്. ആ ദിവ്യകാരുണ്യ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കൂടാരങ്ങളാണ് നമ്മുടെ ദേവാലയങ്ങളും സമർപ്പിത ഭവനങ്ങളും
ഓരോ കുടുംബങ്ങളിൽ ഈശോമിശിഹായെ സ്വീകരിച്ചു വരുന്ന ഓരോ മകനിലും മകളിലും ആ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ട്. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വിശുദ്ധമായി വിശിഷ്ടമായി നീ ജീവിക്കുമ്പം ആ ഈശോ നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും ആ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. അത്രയും മഹത്വമുള്ള ദൈവമക്കൾ ആ മഹത്വം അറിഞ്ഞ് ജീവിച്ചാൽ ഈ ലോകം രക്ഷപ്പെടില്ലേ? ഈ ലോകത്തിൽ അഭിഷേകം വ്യാപരിക്കത്തില്ലേ? നമ്മളിലൂടെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം മറ്റനേകം പേരിലേക്ക് വ്യാപരിക്കാൻ അത് ഇടവരുത്തില്ലേ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ ദൈവം നമുക്ക് തന്ന ഏറ്റവും പരമമായ ദൗത്യം ലോകം മുഴുവനെയും ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, കർത്താവിൻ്റെ മഹത്വത്തെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക, സാക്ഷികളാവുക. ഈ സാക്ഷിയെന്ന് നമുക്ക് ജീവിക്കണമെങ്കിൽ ഈശോ എന്നിലും നിങ്ങളിലും നിറയുന്ന അനുഭവം ഉണ്ടാകണം. മറ്റുള്ളവരിൽ വാക്കുകളേക്കാൾ വ്യക്തിത്വത്തിലെ വിശുദ്ധിയിലൂടെ, സ്നേഹത്തിലൂടെ, കലർപ്പില്ലാത്ത നന്മയിലൂടെ, ആത്മാർത്ഥതയിലൂടെ കർത്താവിനെ പകർന്നു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും പരാജയം സംഭവിച്ചതാണ്. സുവിശേഷ പ്രഘോഷണത്തിൽ നമുക്ക് വന്ന വലിയ പിഴവെന്ന് നമ്മൾ ഏറ്റുപറയണം. പ്രിയപ്പെട്ടവരെ, രാവിൽ കർത്താവിൻ്റെ തിരുസഭയ്ക്ക് വേണ്ടി ഓരോ കാലഘട്ടങ്ങളിൽ വില കൊടുത്ത വിശുദ്ധരെ നമുക്ക് ഓർമ്മിക്കാം. കർത്താവിൻ്റെ ശരീരമാണ് സഭ എന്ന തിരിച്ചറിവ് കിട്ടിയ ദൈവമക്കൾക്ക് കർത്താവിൻ്റെ സഭയെ വികലമാക്കാൻ, അതിനെ എൻ്റെ അശ്രദ്ധ കൊണ്ട്, എൻ്റെ അവിവേകം കൊണ്ട്, എൻ്റെ ഇല്ലായ്മകൾ കൊണ്ട്, എൻ്റെ പാപം കൊണ്ട് അതിനെ ദുഷിപ്പിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ ഒരു കുറവുണ്ടായാൽ അവർ കണ്ണുനീരോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഓടി വന്ന് ഈശോയെ അങ്ങയുടെ സഭയെ കരുണയോടെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ശക്തി കിട്ടും. പ്രിയപ്പെട്ടവരെ, അവർക്ക് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹമുള്ള അവരുടെ ഹൃദയം സഭയ്ക്ക് വേണ്ടി വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ ഇടവരുത്തും. സത്യസഭ പ്രിയപ്പെട്ടവരെ രൂപപ്പെട്ടത് പത്രോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ ജീവരക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധ സഭ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഓരോ സമയത്തും നിലനിന്നതിൻ്റെ കാരണം ഈ ക്രിസ്തുവിൻ്റെ രക്തത്തെ മൂല്യത്തോടെ പരിഗണിച്ച വ്യക്തികളുടെ കൂട്ടായ്മ സഭയെ നിരന്തരം കാത്തു സൂക്ഷിക്കാൻ വിശ്വസ്തയോടെ അതിനെ ജീവൻ കൊടുത്ത് പ്രാണൻ കൊടുത്ത് കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചതുകൊണ്ടാണ് സത്യം തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ഈ കാലഘട്ടത്തിലും സഭയെ വിശ്വസ്തയോടെ കാക്കണമേ എന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ജീവിതം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിരന്തരം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിലകൊള്ളാൻ കർത്താവ് ശക്തി തരും. ഈ നിമിഷങ്ങൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഗൗരവമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തിരുസഭയെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് ഞാൻ നിങ്ങളും പലപ്പോഴും അറിഞ്ഞിട്ടില്ല. സഭ ഈശോയുടെ ശരീരമാണെന്ന്, സഭ മിശിഹായുടെ മണവാട്ടിയാണെന്ന്, സത്യസഭ കർത്താവിൻ്റെ ജീവൻ പ്രാണൻ തന്ന കുരിശിൽ അവിടുന്ന് നമുക്ക് വേണ്ടി നൽകിയ ജീവന്റെ വിലയാണെന്ന് അറിയാതെ പോയതുകൊണ്ട് സഭ പലവിധത്തിൽ തെരുവിൽ ഒട്ടിഘോഷിക്കപ്പെടുമ്പോൾ തെറ്റായി അബദ്ധ പ്രബോധനങ്ങളുടെ സഭ മലിനപ്പെടാൻ ഇടവരുമ്പം നമ്മൾ അവയെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടില്ല. സഭ പല കാരണത്താൽ മനുഷ്യന്റെ കുറവിനാലും പലവിധത്തിൽ തിന്മയുടെ സ്വാധീനങ്ങളാലും ആക്രമിക്കപ്പെടുമ്പം പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിശുദ്ധ സഭയെ കാക്കണമേ. കർത്താവിന്റെ തിരുസന്നിധിയിൽ കരം പിരിച്ച് മുട്ടുകുത്താൻ ദൗത്യമുള്ള കടമയുള്ള നമ്മള് പലപ്പോഴും ലോകത്തോടൊപ്പം ചേർന്ന് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ശരീരത്തെ അവഹേളിച്ചിട്ടുണ്ട്. നമ്മുടെ വാക്കുകളിലൂടെ വിമർശനങ്ങളിലൂടെ കർത്താവിന്റെ സഭയുടെ വിലയെ നമ്മൾ വില കുറച്ച് കണ്ടിട്ടുണ്ട്. ജീവനുള്ള കർത്താവ് വില തന്ന സത്യസഭയെ നമ്മള് നമ്മുടെ അശ്രദ്ധ കൊണ്ട്, അവിവേകം കൊണ്ട്, നമ്മുടെ പങ്കാളിത്തം കൊടുത്ത് ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ദുഷിപ്പിന് കാരണമാക്കിയിട്ടുണ്ട്. ഈ രാവിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ഈ രാവിൽ നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ജീവനുള്ള കർത്താവ് നമുക്ക് ജീവൻ തന്ന്, അപ്പസ്തോലന്മാരുടെ അവരുടെ ജീവൻ പ്രാണൻ തന്ന്, ഓരോ കാലഘട്ടത്തിൽ രക്തസാക്ഷികള് അവരുടെ ജീവരക്തി മണ്ണിൽ ഒഴുക്കി സഭാതരുവിനെ വളർത്തിയ കർത്താവിന്റെ സഭയുടെ മഹത്വത്തെ അറിഞ്ഞ് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള കർത്താവിന്റെ ശരീരമായ സത്യസഭയെ എൻ്റെ പ്രാണൻ കൊടുത്ത്, എൻ്റെ സ്നേഹം കൊടുത്ത്, എൻ്റെ വിശുദ്ധി കൊടുത്ത്, എൻ്റെ വിശ്വസ്തത കൊടുത്ത് കാത്തു സൂക്ഷിക്കാനുള്ള കൃപയുടെ അനുഗ്രഹം തരണമേന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ ശരീരമായ സഭ ഞങ്ങളാണെന്നുള്ള തിരിച്ചറിവ് കർത്താവേ ഞങ്ങൾക്ക് തരണമേ. എൻ്റെ അവിവേകത്തെ, എൻ്റെ പാപത്തെ പരിഹരിക്കണമേ.
എൻ്റെ അശ്രദ്ധയെ പരിഹരിക്കണമേ. എൻ്റെ നിസ്സംഗതയെ, എൻ്റെ ശ്രദ്ധക്കുറവുകളെ പരിഹരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ സഭയെ കൂടുതൽ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, സഹായിക്കണമേ, സഹായിക്കണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ നിർത്തണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ നിർത്തണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ 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 വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരമായ സഭയെ യഥാർത്ഥത്തിൽ കൂടുതൽ സ്നേഹിക്കുവാൻ അങ്ങ് ശിരസായ ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവ്. കർത്താവേ, ശരീരത്തിൽ ഏതൊരു അവയവത്തിന് എന്ത് വേദന വന്നാലും അത് ശരീരം ആസകലം അത് ബാധിക്കുന്ന വിഷയമാണെന്ന തിരിച്ചറിവോടെ പൗലോസ്ലീഹായെ പോലെ ആരിടറുമ്പോഴാണ് എൻ്റെ ഹൃദയം ഉലയാത്തത്, ആർക്ക് വേദന വരുമ്പോഴാണ് എനിക്ക് ഭാരം വരാത്തത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ് കർത്താവിൻ്റെ പ്രിയപ്പെട്ട അവയവങ്ങളായ ശരീരത്തിൻ്റെ ഭാഗമായ ഏതൊരു അവയവത്തിനും കേടുവരുമ്പം അതെൻ്റെ കുറവാണെന്നുള്ള തിരിച്ചറിവോടെ, എൻ്റെ കുറവ് മൂലമാണ് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, അവർക്ക് യഥാർത്ഥ സാക്ഷ്യം വഹിക്കാൻ പറ്റാത്തെന്നുള്ള തിരിച്ചറിവോടെ യഥാർത്ഥത്തിൽ കരം വിരിക്കുവാൻ ദൈവജനം പരാജയപ്പെട്ട് പിന്നോക്കം പോകുമ്പം ദൈവത്തിൻ്റെ ജനതയെ നയിച്ചിരുന്ന മോശ, പടുവൃദ്ധനായ വയോധികനായ മോശ കരം വിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പം ദൈവജനം മുമ്പോട്ട് വീണ്ടും ജയിച്ചുകൊണ്ടേയിരുന്നു. മോശയുടെ കരങ്ങൾ താണപ്പോഴെല്ലാം ദൈവജനം പുറകോട്ട് പരാജയത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ദൗത്യം കർത്താവിൻ്റെ ശരീരം അതെൻ്റെ തമ്പുരാൻ്റെതാണെന്നുള്ള തിരിച്ചറിവോടെ, എൻ്റെ കർത്താവ് അതിനുവേണ്ടി ഒത്തിരി പ്രാണൻ കൊടുത്തിട്ടുണ്ട്, വില കൊടുത്തിട്ടുണ്ടെന്ന തിരിച്ചറിവോടെ ആ പരിശുദ്ധ സഭ ഇന്ന് നിലനിൽക്കേണ്ടത് കർത്താവിൻ്റെ വിശുദ്ധമായ സ്നേഹത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവോടെ ഓരോ മകനെയും മകളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമാകണമെങ്കിൽ ഈ സത്യസഭയ്ക്ക് നിരന്തരമായ വിശുദ്ധി ആവശ്യമുണ്ടെന്ന്, വീണ്ടെടുപ്പ് ആവശ്യമുണ്ടെന്ന്, നിരന്തരമായ നന്മ ആവശ്യമുണ്ടെന്ന്, ഉദാശകളിലൂടെ കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കണമെന്ന തിരിച്ചറിവോടെ കർത്താവിൻ്റെ മഹത്വം ഓരോ ഇടങ്ങളിലേക്കും വ്യാപരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മോശയെ പോലെ കരം വിരിക്കുവാൻ, നെഹമിയെ പോലെ ബലിപീഠങ്ങൾ ഒരുക്കുവാൻ, ദേവാലയങ്ങൾ പുതുക്കി പണിയുവാൻ, നഷ്ടപ്പെട്ട ബലിപീഠം വീണ്ടും 12 കല്ലുകൾ കൂട്ടി യോജിപ്പിച്ച്
ഏലിയ പ്രവാചകൻ വീണ്ടും കർത്താവിന് വേണ്ടി ബലിപീഠം ഒരുക്കിയതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ കർത്താവിൻ്റെ സ്നേഹ കുടുംബമായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പങ്കാളിത്തം നൽകിക്കൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി കർത്താവിൻ്റെ സഭയെ പണിയുവാനുള്ള പരിശ്രമത്തിൽ നമുക്ക് പങ്കാളിത്തം കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ സഹായിക്കണമേ, സഹായിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുസഭയുടെ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമായ ഒരു സത്യം, കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ കുറവുകൾ വരുമ്പം, അപജയങ്ങൾ വരുമ്പം, പോരായ്മകൾ വരുമ്പം കർത്താവായ ഈശോ ആ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു. ഇന്നലെ നമ്മൾ പ്രത്യേകമായി ആദിമസഭ അവർക്കിടയിൽ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പം അവർ നിർവഹിച്ചിരുന്ന, അവർ ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെച്ചു. അവരൊരുമിച്ച് കൂടി, അവർ കണ്ണുനീരോടെ കരം വിരിച്ചു. കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ കാര്യം അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ യാചിക്കുന്നത്, കർത്താവെ, അങ്ങയുടെ പരിശുദ്ധദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അങ്ങയുടെ വചനം ധൈര്യത്തോടെ പ്രസംഗിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. അവരങ്ങനെ പ്രാർത്ഥിച്ചപ്പം ദൈവാത്മാവ് ആ സഭാ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയും വർദ്ധിത വീര്യത്തോടെ, കൂടുതൽ ഉണർവോടെ ഒരു കർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യസഭയുടെ യാത്ര നമ്മൾ യഥാർത്ഥത്തിൽ ചരിത്രപരമായി പരിശോധിക്കുമ്പോഴും നമുക്കിത് കാണാൻ പറ്റും. മനുഷ്യൻ കുറവുള്ളവനാണ്. മനുഷ്യനെ ദൈവം വിശ്വസിച്ചുകൊണ്ടാണ് തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് പകർന്നു തന്നത്. ദുർബലരായ ഗലീലിലെ മുക്കുവരെ വിശ്വസിച്ച് അവരെ ചേർത്ത് പിടിച്ച് വളർത്തി അവരിലേക്ക് തൻ്റെ സ്നേഹവും തൻ്റെ പ്രാണനും കൊടുത്ത് അവരെ ഓരോ കാര്യങ്ങൾ, സ്വർഗീയ രഹസ്യങ്ങൾ പങ്കുവെച്ച് പഠിപ്പിച്ച് ആ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുവാൻ പ്രിയപ്പെട്ടവരെ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അവരെ അസാധാരണമായ അനുഗ്രഹ അഭിഷേകമുള്ള വ്യക്തികളാക്കി അവരെ വിശ്വസിച്ച് സഭയെ ഏൽപ്പിച്ച് സഭയുടെ നെടുന്തൂണുകളാക്കി മാറ്റി കർത്താവ് പറഞ്ഞയക്കുമ്പം കർത്താവിന് ആ അപ്പസ്തോല കൂട്ടായ്മ മുമ്പോട്ട് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അപ്പസ്തോലന്മാർക്ക് തൻ്റെ കരംവെപ്പിലൂടെ അനുഗ്രഹങ്ങളെല്ലാം പകർന്നത്. അതുകൊണ്ടാണ് ആദിമസഭയിൽ തന്നെ നമ്മൾ കാണുന്നത് ഈ അപ്പസ്തോലന്മാർ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ തങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായി എന്നൊക്കെ അറിയുമ്പം അവർ തങ്ങൾക്ക് വിശ്വസ്തരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ തോന്നിയ മനുഷ്യരെ പരിശുദ്ധാത്മ പ്രേരണയാൽ തിരഞ്ഞെടുത്തിട്ട് അവരുടെ മേൽ അപ്പസ്തോലന്മാർ കൈവപ്പ് നടത്തി അവരെ വീണ്ടും സുവിശേഷത്തിൻ്റെ ഈ യാത്ര തുടരുവാൻ അനുഗ്രഹിക്കുകയും അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ സമൃദ്ധമാകുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിന്നും തുടർന്നു കൊണ്ടുപോകുമ്പം വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ, വിശുദ്ധ സന്യാസത്തിലൂടെ, വിശുദ്ധമായ കുടുംബജീവിതങ്ങളിലൂടെ കർത്താവിൻ്റെ പ്രകാശം പ്രിയപ്പെട്ടവരെ ലോകത്തിൽ വീണ്ടും വ്യാപിക്കുമ്പം ദൈവത്തിൻ്റെ മഹത്വമുള്ള സാന്നിധ്യം ഓരോ കാലഘട്ടങ്ങളിൽ കുറവുകളുണ്ടാകുമ്പം കടന്നു വന്ന അനുഭവം കർത്താവിൻ്റെ പരിശുദ്ധ സഭയുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, സഭ ആദിമ കാലഘട്ടങ്ങളിൽ 3-4 നൂറ്റാണ്ട് വരെ അതികഠിനമായി ലോകം മുഴുവൻ വല്ലാതെ പ്രയാസത്തിൽ വലിയ രക്തസാക്ഷ്യത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് സഭാതരു വളർന്നത്. ആ സഭാതരു രക്തസാക്ഷിത്വത്തിൻ്റെ ആ ചുടുരക്തം വീണ മണ്ണിൽ വല്ലാതെ ശാഖകൾ നല്ല ഫലങ്ങളോടെ സമൃദ്ധമാക്കപ്പെട്ട ഒരു കാലത്തിന് ശേഷം രാജാധികാരത്തിൻ്റെ കൂട്ട് വന്ന സമയത്ത് അതിൻ്റെ മേലെ ഒത്തിരി പദവികളും കാര്യങ്ങളും വന്നപ്പം അതിന് ലോകത്തിൻ്റെ ചില അരൂപിയുടെ സ്വാധീനങ്ങളുണ്ടായപ്പം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കുവാൻ അനുഗ്രഹത്തിൻ്റെ തപസ് മനസ്സുള്ള മനുഷ്യരെ ഉയർത്തിക്കൊണ്ട് മരുഭൂമിയിലേക്ക് അവരെ കർത്താവിൻ്റെ മഹത്വത്തോടെ ജീവിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് കർത്താവ് ക്ഷണിക്കുകയും പരിശുദ്ധ സഭയിൽ സന്യാസത്തിൻ്റെ മനോഹരമായ അഭിഷേകം രൂപപ്പെടുകയും ആ സന്യാസത്തിൻ്റെ അഭിഷേകമുള്ള മനുഷ്യർ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും എല്ലാം അനേക അഭിഷേകത്തോടെ സഭയെ പടുത്തുയർത്താൻ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് വ്യക്തമായിട്ട് അവരെ ഉപയോഗിക്കുവാൻ കർത്താവ് പ്രത്യേക ഇറങ്ങി വന്ന അനുഭവങ്ങൾ സത്യസഭയുടെ ചരിത്ര പദങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന സത്യമാണ്. ആ കാലഘട്ടം വീണ്ടെടുക്കപ്പെടുവാൻ ദൈവം ഈ വിശുദ്ധരായ മനുഷ്യരിലൂടെ കാരണമാക്കി. യഥാർത്ഥത്തിൽ കർത്താവിനോട് തീഷ്ണതയും സ്നേഹമുള്ള വ്യക്തികൾ എവിടെയെല്ലാം രൂപപ്പെട്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സമൂഹം വീണ്ടും തീപിടിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ സഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തരെ എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഏലിയ ഒരു ദുഃഖം
വിശുദ്ധ ബൈബിളിൽ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഇത് പ്രിയപ്പെട്ടവരെ എല്ലാ കാലഘട്ടത്തിലുമുള്ള മനുഷ്യൻ്റെ സങ്കടമാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏതെങ്കിലും കുറേ സംഭവങ്ങളൊക്കെ കണ്ടു കഴിയുമ്പം നമ്മളെല്ലാവരും പറഞ്ഞു പോകുന്ന കാര്യമാണ്, ദൈവമേ, ഇതെങ്ങോട്ടേക്കാണ് ലോകം പോകുന്നത്, സഭ എങ്ങോട്ടാണ് പോകുന്നത്, എല്ലാവരും നശിച്ചു എന്നാ തോന്നുന്നത്, എല്ലാവരും അവിശ്വസത്തിലേക്ക് പോയി എന്നാ തോന്നുന്നത്, എല്ലാവരും കർത്താവിനെ മറന്നു എന്നാ തോന്നുന്നത്. പക്ഷെ കർത്താവ് എന്താണ് ഏലിയായോട് പറഞ്ഞത്? അതിന്നും സത്യമാണ്. കർത്താവ് എന്താണ് പറഞ്ഞത്? ഏലിയ, അങ്ങനെ പറയരുത്. വിശ്വസ്തരായ 7000 പേരെ ഞാൻ എനിക്കായി മാറ്റി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിടത്ത് 7000 പേര് എത്ര വലിയ നമ്പരാണ്. പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ എല്ലാവരും നശിച്ചു എന്നൊക്കെ പറയുമ്പം കർത്താവ് ശാന്തമായി എന്നെ നിങ്ങളെ നോക്കിയിട്ട് കർത്താവ് പറയും, അങ്ങനെ പറയരുതേ. സത്യസഭയ്ക്ക് എന്നും വിശ്വസ്തരുടെ കൂട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പങ്കാളിത്തം, പ്രിയപ്പെട്ടവരെ, എവിടെ നിൽക്കാനാണ് എൻ്റെ നിയോഗം എന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ പരിശ്രമിക്കണോ? അതോ കാലഘട്ടങ്ങളിലെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ അതിൽ മനമിടറി അവിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ട് നാശത്തിൻ്റെ, മനസ്സിടിവിൻ്റെ, നിരാശയുടെ, ഭയത്തിൻ്റെ, നിസ്സംഗതയുടെ കൂട്ടായ്മയിലേക്ക് മടങ്ങണോ? ഓരോ കാലഘട്ടങ്ങളിൽ കർത്താവ് നോക്കുന്നുണ്ട് തനിക്ക് വേണ്ടി വിശ്വസ്തരെ ഉയർത്തുവാൻ. എൻ്റെ നിങ്ങളുടെ നിയോഗം ഈ വിശ്വസ്തനായ തമ്പുരാനോട് ചേർന്ന് നിന്ന് അവിടുത്തെ സുവിശേഷത്തിലെ താളുകൾ ആത്മാവിന് വേണ്ടി മറിച്ച് അതിൻ്റെ ആത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് സുവിശേഷം അനുസരിച്ച്, വചനം അനുസരിച്ച് രൂപാന്തരപ്പെടാൻ, കൂദാശകളാൽ ശക്തിപ്പെടാൻ, കർത്താവിൻ്റെ ശരീരമായ പരിശുദ്ധ കുർബാനയിൽ ശക്തി സ്വീകരിച്ച് ബലം പ്രാപിച്ച് ഈ ലോകത്തിൻ്റെ ഏത് ചെളിക്കുഴിയുടെ പരിസരങ്ങളിലും കർത്താവിൻ്റെ മഹിമയോടെ നിലയുറപ്പിക്കാൻ, ഏത് അഴുക്ക് ചാലിൻ്റെ പരിസരങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും ആ അഴുക്ക് നിന്റെ ആത്മാവിനെ തൊടാതെ കർത്താവിൻ്റെ മഹിമയും മഹത്വമുള്ള പ്രകാശമുള്ള മനുഷ്യരായി ജീവിക്കുവാൻ കർത്താവ് കൃപയും അനുഗ്രഹവും തിരുസഭയ്ക്ക് തന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സത്യസഭയിൽ ഇന്ന് വിശ്വസിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ മഹത്വമുള്ള പരിശുദ്ധ സഭയിൽ നമ്മൾ കൂട്ടായ്മ അനുഭവിക്കുമ്പം വിശ്വാസത്തോടെ നമ്മൾ ഉണർന്നെഴുന്നേക്കേണ്ട ഒരു കാലത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ സഭ വിശുദ്ധരെ നൽകിയത് ഏറ്റവും കൂടുതൽ ഞെരുക്കം അനുഭവിച്ച കാലഘട്ടങ്ങളിലാണെങ്കിൽ, അസാധാരണമായൊരു ഞെരുക്കത്തിലൂടെ ഈ ഒരു ആധുനിക ലോകത്തിൽ നമ്മൾ കടന്നു പോകുമ്പം പ്രിയപ്പെട്ടവരെ, അനേകം വിശുദ്ധരെ ഉയർത്തെഴുന്നേൽക്കാൻ ഇത് ഇടവരുത്തുന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വിശ്വസ്തരെ ഈശോ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. വിശുദ്ധിക്ക് അജയ്യമായ പരിചയുടെ സംരക്ഷണമുണ്ടെന്ന് വചനം പറയുമ്പം വിശുദ്ധി വിലമതിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ഒട്ടി നിൽക്കാൻ മനസ്സുറപ്പിച്ചവരുടെ മേൽ ദൈവത്തിന് അനുഗ്രഹ ആശീർവാദം കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതിന് ശരിയായ അറിവ് നമുക്ക് അനിവാര്യമാണ്. ഈ രാവിൽ സത്യസഭയെ സംബന്ധിച്ച് ഈശോ മിശിഹ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീം, അത് എത്രയും വേഗം നമ്മൾ പങ്കുവെച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളത് പറഞ്ഞു, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചിന്തകൾ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പങ്കുവെക്കുന്നതും തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതുമായ ചില ദർശനങ്ങൾ നമ്മൾ ഈ സമയം പങ്കുവെക്കുകയാണ്. സഭ യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നിരന്തരം ജീവിക്കുന്നത്. സഭ യേശുവുമായിട്ടുള്ള കൂട്ടായ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ലോകത്തിൽ സത്യസഭയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട, തിരുസഭയിൽ നമ്മൾ മക്കളായി ജീവിക്കുമ്പം നമ്മൾ അറിയേണ്ട സത്യം, യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് സഭയുടെ ഒരു മകനായി, മകളായി, പരിശുദ്ധ കൂദാശകളോട് നിരന്തരം വിശ്വസ്തയോടെ പങ്കുചേർന്നുകൊണ്ട് ജീവിക്കുമ്പം നമുക്ക് യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ലഭിക്കുന്നു. നിരന്തരം കുർബാനയിൽ വിശ്വസ്തയോടെ വില കൊടുത്ത് കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി നമ്മൾ ജീവിക്കുമ്പം യേശു ക്രിസ്തുവിൻ്റെ കൂട്ട് നമുക്ക് കിട്ടുന്നു. സത്യവചനത്തെ, സത്യസുവിശേഷത്തെ നിരന്തരം ഗൗരവമായി മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കാൻ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ മഹത്വമുള്ള ക്ഷണം
ഈ സത്യസുവിശേഷത്തിൽ കണ്ടുകൊണ്ട് ഇതെനിക്ക് വേണ്ടി ജീവിക്കാനുള്ള എൻ്റെ പാഠപുസ്തകമാണ്, നിത്യജീവിതത്തിലേക്ക് എന്നെ എത്തിക്കുന്ന പാഠപുസ്തകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യസുവിശേഷത്തെ ആഴമായി പഠിക്കാൻ, ജീവിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുക്രിസ്തുവുമായി കൂട്ടായ്മയിലാണ്. അന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കൊപ്പം ഓരം ചേർന്ന് ഒപ്പം നടന്ന് സഹയാത്രികനായി അവർക്ക് അനുയാത്ര ചെയ്ത കർത്താവായ ഈശോ, നിനക്കൊപ്പം എനിക്കൊപ്പം യാത്ര ചെയ്ത സമയമാണ്. ശാന്തമായി ഞാനും നിങ്ങളും സത്യസുവിശേഷത്തിൻ്റെ ഏടുകൾ മറിച്ചു പോകുമ്പം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ജീവിക്കുന്ന കർത്താവിൻ്റെ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പം, ഒരു കൂട്ടായ്മയായി കർത്താവിനെ ആരാധിക്കുമ്പോൾ സ്വർഗം മൊത്തം നമുക്കൊപ്പം കൂട്ടായ്മ തരുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ആ ജീവിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ കണ്ണോട് കണ്ണ് മിഴിവെട്ടാതെ മറ്റ് ശ്രദ്ധയില്ലാതെ ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പം പ്രിയപ്പെട്ടവരാ, സ്നേഹനിധിയായ ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് വന്നിറങ്ങുകയാണെന്നുള്ള സത്യം തിരിച്ചറിയണം. വിശ്വാസത്തിൽ അത് കാണാൻ ഭാഗ്യം കിട്ടിയ മക്കൾക്ക് പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിലെ ഏത് പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെ നേരത്തിൽ നിവർന്നു നിൽക്കാനുള്ള കരുത്ത് കർത്താവ് തരും. ആ സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഭവിക്കാൻ പറ്റട്ടെ. കർത്താവ് ശരീരമാണെന്ന് പറയുമ്പം ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. പ്രിയപ്പെട്ട ഒരു ബന്ധം ശ്രദ്ധിക്കുക. മുന്തിരിച്ചെടിയും ശാഖകളും നമുക്ക് അത് രണ്ടായി കാണാൻ ഒരിക്കലും പറ്റത്തില്ലല്ലോ. തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ശാഖ, അതിലേക്കാണ് ഫലസമൃദ്ധിയുടെ മുന്തിരി മുട്ടിടുന്നത്, ഫലം ചൂടുന്നത്. തായ്തണ്ടിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ശാഖകളിലേക്ക് പ്രിയപ്പെട്ടവരെ കൃപയുടെ ചാല് കീറി കർത്താവ് ജീവരസം, പരിശുദ്ധാത്മാവാകുന്ന ജീവരസത്തെ പകർന്നു നൽകിക്കൊണ്ട് അതിൽ നിന്ന് ഫലസമൃദ്ധി നൽകുമ്പം എൻ്റെ നിങ്ങളുടെ ജീവിതങ്ങൾ ഫലസമൃദ്ധിയുള്ളതായിട്ട് മാറണമെങ്കിൽ കർത്താവിൻ്റെ പ്രാണനോട് ചേർന്ന് നിൽക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയോട് ഈശോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു വചനമാണ്, നിങ്ങളെന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും. പ്രിയപ്പെട്ടവർ, വീണ്ടും ഈശോ പറയുന്നൊരു വചനമാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവനിൽ ഞാൻ വസിക്കും, അവനിൽ ഞാൻ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയാണ് തിരുസഭയിൽ ഏറ്റവും പരമമായ ആരാധന. കുർബാനയ്ക്ക് വേണ്ടി തന്നെയാണ് തിരുസഭ രൂപപ്പെട്ടത്. കുർബാന അർപ്പിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, ശരിക്കും കർത്താവിനെ സ്നേഹിക്കുന്ന മക്കൾ അവരെവിടെ ചെന്നാലും ആദ്യം അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് എവിടെ കുർബാന കിട്ടുന്നത്, എവിടെയാണ് ഞങ്ങൾക്ക് കുർബാനയിൽ പങ്കുചേരാൻ അവസരം കിട്ടുന്നത്, കുർബാനയിൽ പങ്കുചേരാൻ പറ്റുമോ. മക്കളെ ഇന്ന് വിദൂരത്തിലേക്ക് അയക്കുമ്പം പ്രിയപ്പെട്ട അമ്മ, പ്രിയപ്പെട്ട അപ്പൻ അന്വേഷിക്കുന്നുണ്ടോ, മോനെ പള്ളി പോകാൻ സൗകര്യമുണ്ടോ, കുർബാന ഉണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ? അതോ ആ സാലറിയുടെ നീളം മാത്രമാണോ നോക്കുന്നത്? ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുർബാനയ്ക്കൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ പോകണം കേട്ടോ എന്ന് പറയുന്ന ലാഘവത്വം നമുക്കുണ്ടോ? പ്രിയപ്പെട്ട ഈ കൊറോണ കാലത്ത് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, പ്രിയപ്പെട്ടവരെ, ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ നമുക്ക് ഭയമില്ല. പക്ഷെ അനേകം പേര് ഇന്ന് വീട്ടിൽ അടങ്ങിയിരിപ്പുണ്ട്, അടഞ്ഞിരിക്കുന്നുണ്ട്. ഷോപ്പിംഗ് മാളിൽ പോകാതിരിക്കുന്നില്ല, മറ്റിടങ്ങളിൽ പോകാതിരിക്കുന്നില്ല. പക്ഷെ അനേകം പേര് അനാവശ്യമായൊരു ഭയം, ദൈവാലയത്തിലേക്ക് പോകാൻ, കുർബാനയ്ക്ക് പോകാൻ മാത്രം ഭയപ്പെടുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെൻ്റെ അശ്രദ്ധയാണ്, അറിവില്ലായ്മയാണ്. കർത്താവിൻ്റെ കുർബാനയ്ക്ക് പരമമായ വിലയുണ്ടെന്ന്, എൻ്റെ ജീവൻ്റെ, എൻ്റെ പ്രാണൻ്റെ, എൻ്റെ നിത്യജീവൻ്റെ വിലയുണ്ടെന്ന് തിരിച്ചറിവ് കിട്ടിയവർക്ക് കുർബാന വിലയുള്ള ഭക്ഷണമാണ്, കുർബാന വിലയുള്ള ബലിയാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സായാഹ്നങ്ങളിൽ പ്രിയപ്പെട്ട കുർബാനയിൽ പങ്കുചേരാൻ പറ്റിയില്ലെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കുർബാനയ്ക്ക് പോകുന്ന മക്കളെ അവരുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുന്ന പ്രകാശത്തെ അനുഭവിച്ചിട്ടുള്ളതെന്ന് കണ്ടതുകൊണ്ടാണ് ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവർ, കുർബാനയ്ക്ക് അത്രയും മൂല്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവർ, നമ്മൾ നശിച്ചു പോകുന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ പാദ്രി പിയോ പറയാറുണ്ട്, ഒരു ദിവസം ഈ ഭൂമിയിൽ സൂര്യൻ കെട്ടുപോയാൽ, സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ലോകം നിലനിൽക്കുമായിരിക്കും. പക്ഷേ ഒരു ദിവസം ഈ ഭൂമിയിൽ കുർബാന അർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ ഈ ലോകം നിലനിൽക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത്രമാത്രം വില കൊടുത്തതുകൊണ്ട് വിശുദ്ധ പാദ്രി പിയെ പോലൊക്കെയുള്ള മനുഷ്യര് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ തിരുസഭയ്ക്ക് ഏറ്റവും രക്ഷാകരമായ സാക്ഷ്യത്തിൻ്റെ ജീവിതം കൊടുത്തു. കുർബാനയെ സ്നേഹിച്ച മനുഷ്യരിലൂടെ അനേകം മക്കൾ പ്രകാശിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ കാലഘട്ടത്തിൽ കർത്താവ് തൻ്റെ തിരുസഭയെ പടുത്തുയർത്തിയത് ദുർബലരായ മനുഷ്യരുടെ പങ്കാളിത്തത്തിലൂടെയാണ്. പ്രിയപ്പെട്ട സത്യസഭ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽ
അകപ്പെട്ട് ലോകത്തിൻ്റെ ശൈലിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പം പ്രിയപ്പെട്ടവരെ 12-ാം നൂറ്റാണ്ടിൽ പക്ഷെ ഫ്രാൻസിസ് അസീസിയെ കർത്താവ് വിളിച്ചിട്ട് കർത്താവ് കൊടുക്കുന്ന ആഴമായൊരു സ്നേഹത്തിൻ്റെ ക്ഷണമുണ്ട്. നീ എൻ്റെ പള്ളി പുതുക്കി പണിയുക, നീ എൻ്റെ പള്ളി പുതുക്കി പണിയുക. ഈ പാവപ്പെട്ട മനുഷ്യൻ ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്, വൈദികനല്ല. ഈ സാധാരണ ചെറുപ്പക്കാരൻ ഉറക്കം നഷ്ടപ്പെട്ടു. അയാളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെയാണ് പള്ളി പുതുക്കി പണിയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിനടുത്ത് അസിസിയിൽ അദ്ദേഹം ഇങ്ങനെ പഴയൊരു പള്ളി, ആ പള്ളി ആണ് പുതുക്കി പണിയേണ്ടെന്നുള്ള ചിന്തയിൽ ആ പള്ളി പണിയാൻ തുടങ്ങി. കുറേ ചെറുപ്പക്കാരുടെ സഹായത്തോടെ പള്ളി പണിയാൻ ഒരു കല്ല് ചോദിച്ചൊരു യാചകനെ പോലെ അയാൾ നടക്കുമ്പം ഭ്രാന്തനെന്ന് അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ മുദ്ര കുത്തപ്പെട്ടു. പക്ഷേ അയാളിൽ നിന്ന് വ്യാപരിക്കപ്പെട്ട ആത്മാവിനെ മനസ്സിലാക്കി കുറേ മനുഷ്യർ അയാൾക്കൊപ്പം പങ്കുചേർന്നു. അവർ പള്ളി പണി തുടങ്ങി. പള്ളി പണി പൂർത്തീകരിച്ചിട്ടും പ്രിയപ്പെട്ടവരുടെ ആത്മാവിൽ കിട്ടിയ ക്ഷണം അവസാനിച്ചില്ല. അപ്പോൾ ഫ്രാൻസിസിന് മനസ്സിലായി, ഈ പള്ളിയല്ല. കുരിശിൽ നിന്ന് ഈശോ സംസാരിച്ചു, നീ പണിയേണ്ട പള്ളി എൻ്റെ ശരീരമായ തിരുസഭയാണ്. അപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുക്കൽ പ്രത്യേകമായി സുവിശേഷം ജീവിക്കാനുള്ള കുരിശ് വരെ ചോദിച്ചു ചെല്ലുന്നത്. അവിടെയാണ് ഫ്രാൻസിസിന് ആ ആശീർവാദം കിട്ടുന്നത്. പ്രിയപ്പെട്ട അദ്ദേഹത്തിലൂടെ, ആ കുറിയ മനുഷ്യരിലൂടെ ആ കാലഘട്ടത്തിൽ സഭ പടുത്തുയർത്തപ്പെട്ടു. കൂനിപ്പോയ സഭ നിവർത്തപ്പെട്ടു. അതാണ് കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള സാന്നിധ്യത്തിൻ്റെ അടയാളം. ഈ സത്യസഭ ഏത് കാലഘട്ടങ്ങളിൽ ഏത് വിധത്തിൽ അത് കുറവുകളിലൂടെ കടന്നുപോയാലും ഇതിനെ പടുത്തുയർത്താനുള്ള കഴിവ്, അതിനുള്ള താല്പര്യം ഈശോ മിശിഹായി കൊണ്ട്, കാരണം അത് അവൻ്റെ ശരീരമാണ്. ആ തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യസഭയ്ക്ക് കുറവ്, പ്രയാസം, പോരായിക, ലോകത്തിൽ ജീവിക്കുന്ന ദൃശ്യമായ ഒരു സമൂഹം സഭയുടെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് അതിന് കുറവുകൾ വരാനുള്ള വലിയ സാധ്യതയുണ്ട്. ഞാനും നിങ്ങളും മനുഷ്യരാണ്, ചിറകുകളില്ലാത്ത മനുഷ്യരും, മാലാഖമാരല്ല. കുറവും പോരായികയുള്ള കുടുംബങ്ങളിൽ സാധാരണ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കൾ, ആ മക്കൾക്ക് അതിൻ്റെ ആദിമ നിമിഷം മുതൽ കുറവുകളുണ്ട്. നമ്മൾ മുറിവേറ്റ മനുഷ്യരാണ്. ആ മുറിവുകളിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സൗഖ്യം സ്വീകരിച്ച് യാത്ര ചെയ്യേണ്ടവർ. അങ്ങനെ യാത്ര ചെയ്യുന്ന വഴികളിൽ കുറവുകളും പോരായികളും ഉണ്ടാകുമ്പോൾ നിരന്തരം പരിഹരിച്ച് കർത്താവിൻ്റെ കൃപയാൽ യാത്ര ചെയ്യേണ്ടവർ. അങ്ങനെ യാത്ര ചെയ്യുന്ന വഴികളിൽ ഇടർച്ചകളും കുറവുകളും ഉണ്ടാകുമ്പം ആ ഇടർച്ചകൾക്ക് കാരണമാകുന്ന കാര്യങ്ങളെ പരിഹരിച്ച് യാത്ര ചെയ്യാൻ കർത്താവിൻ്റെ സഭ നിരന്തര ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ട, അത് പരിഹരിക്കാൻ കർത്താവിൻ്റെ സാന്നിധ്യ സഭയിലുണ്ട്. അത് പരിഹരിക്കുവാനുള്ള ശ്രദ്ധയും സ്നേഹവും നമുക്കുണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് സംഭവിക്കുന്ന കുറവുകൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ദൗത്യം, കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ. അപ്പസ്തോലന്മാർ കരഞ്ഞതുപോലെ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കൂടാരത്തിലേക്ക് നീ വരണമേ. മക്കവായ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായൊരു വചനമുണ്ട്. ആ സമൂഹം ദേവാലയം പുതുക്കി പണിതു, പൗത്രീകരിച്ചു. അവരിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദൈവതിരുസന്നിധിയിൽ, കർത്താവേ നീ ഈയിടെ ശുദ്ധീകരിച്ച് ഈ ദേവാലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ. ദേവാലയം ആക്രമിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായപ്പം പ്രിയപ്പെട്ടവരെ, ശത്രു ദേവാലയത്തെ നശിപ്പിക്കുമെന്ന് വലിയ വീർവാദം പറഞ്ഞ് യാത്ര പോകുമ്പം പുരോഹിതർ ഒരുമിച്ച് ചേർന്ന് കണ്ണുനീരോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക് നോക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ ഈയിടെ ശുദ്ധീകരിച്ച് ദേവാലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ. ആ കരച്ചിൽ ദൈവം കേട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കരയാൻ തൻ്റെ ഇടമുള്ള, വിശ്വാസമുള്ള, താല്പര്യമുള്ള സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവ് തൻ്റെ തിരുസഭയെ പടുത്തുയർത്താൻ നിന്നെ ഉപയോഗിക്കുമെന്ന സത്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഈ രാവിൽ നിന്റെ മേലൊരു മഹത്വം നിറയാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും കുറവുകളിലേക്ക് പോകാൻ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ, എതിർസാക്ഷ്യത്തിന്റെ വഴികളിൽ നിന്ന് വിട്ടുമാറി, കർത്താവിന് ചേരാത്ത ചേരുവയുള്ള ബന്ധങ്ങളിൽ നിന്ന് വിട്ടുമാറി, കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് ചേരാത്ത നിന്റെ ശൈലികളിൽ നിന്ന് വിട്ടുമാറി, നീ ആരാണെങ്കിലും, സത്യസഭയിൽ നീ ഏത് ദൗത്യം, നീ ഏത് അവയവമായി പ്രവർത്തിക്കുന്നവനാണെങ്കിലും, നീ പുരോഹിതനാണെങ്കിലും, നീ സമർപ്പിതയാണെങ്കിലും, നീ കർത്താവിൻ്റെ മഹത്വമുള്ള ദൈവജനത്തിലെ മനോഹരമായ ശുശ്രൂഷ ചെയ്യുന്ന ഏത് വ്യക്തിയാണെങ്കിലും, നീ ഒരു അപ്പനാണെങ്കിൽ, അമ്മയാണെങ്കിൽ, നീ ഒരു മകനാണെങ്കിൽ, മകളാണെങ്കിൽ, നിനക്കൊരു ദൗത്യമുണ്ട്. കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുക, കർത്താവിനെ മനോഹരമായിട്ട് ഈ ഭൂമിയിൽ വരയ്ക്കാൻ നിന്റെ ജീവിതത്തിന് പ്രകാശം കൊണ്ട് ശ്രമിക്കുക, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുക, കുർബാനയാൽ നവീകരിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ,
പ്രാർത്ഥനകളാൽ ശക്തി പ്രാപിക്കുക. ദൈവവചനത്തിൻ്റെ അഭിഷേകത്തെ വീണ്ടെടുത്തു തരുന്ന സത്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സുവിശേഷത്തെ വീണ്ടും വീണ്ടും നിന്നിൽ പ്രകാശിപ്പിക്കുന്ന സദ്ഗ്രന്ഥങ്ങളാൽ, ആത്മീയ ധ്യാനങ്ങളാൽ നിന്നെ വിശദീകരിക്കാൻ നിന്നെ തന്നെ തമ്പുരാന് വിട്ടുകൊടുക്കുക. നിന്നിൽ രൂപാന്തരം സംഭവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരും. പ്രിയപ്പെട്ട മകനെ, മകളെ, ആ വിശ്വാസം നിനക്കുണ്ടാകട്ടെ. ഈ രാവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശരീരമായ സഭ അവിടുത്തെ സ്നേഹത്താൽ നിരന്തരം പുതുക്കി പണിയുന്നു. ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈശോ അനാഥരായി ഞാൻ നിങ്ങളെ വിടുകയില്ല എന്ന് പറഞ്ഞിട്ട് ഈശോ അങ്ങ് പോവുകയല്ല ചെയ്തത്. ഈശോ എന്താ ചെയ്തത്? യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഈശോ കുർബാനയിലേക്ക് എന്നും ഇറങ്ങി വരുന്നു. പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിലേക്ക് ഈശോ എന്നും ഇറങ്ങി വരുന്നു. അവൻ ജീവിക്കുന്നു നമ്മോടൊപ്പം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞിട്ട് ഈശോ വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആത്മാവിനെ നൽകും. സത്യസഭയുടെ ആരംഭം മുതൽ പന്തക്കുസ്തായിൽ പരിശുദ്ധ സഭ രൂപപ്പെട്ട നിമിഷം മുതൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപ്പസ്തോലന്മാര്, ശിഷ്യഗണങ്ങൾ, ഒരു 120 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വാഗ്ദാനത്തെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന കാലം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ മേൽ, വിശുദ്ധ അപ്പസ്തോലന്മാരുടെ മേൽ, മറ്റ് ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ വന്നിറങ്ങി അന്ന് മുതൽ സത്യസഭ നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാണ്. ഈ ദിനങ്ങളിൽ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയെക്കുറിച്ച് ആഴമായ ആത്മീയ ബോധ്യങ്ങൾ ഈശോ വിളമ്പി തരുന്ന ദിനങ്ങളിൽ സാധിക്കുമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായി വായനയ്ക്ക് ഈ ദിവസങ്ങളിൽ ചെലവഴിക്കണം. ഈ വലിയ നോമ്പ് ദിവസങ്ങൾ നമുക്ക് വീണ്ടെടുപ്പിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ നവമായൊരു ഹൃദയം കർത്താവിന് വേണ്ടി മടക്കി കൊടുക്കേണ്ട കാലമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചന വായനയിലൂടെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ട ഈ ദിനങ്ങളിൽ സാധിക്കുമെങ്കിൽ ഇനിയും 2 ദിവസം കൂടെ നമ്മുടെ കൺവെൻഷനുണ്ട്. ഈ ദിനങ്ങളിൽ നിങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണും. പരിശുദ്ധാത്മാവ് ദുർബലരായ മനുഷ്യരെ അസാധാരണമായ അഭിഷേകത്തോടെ സഭയെ പടുത്തുയർത്തുവാൻ അസാധാരണമായ ധീരതയും കൃപാവരങ്ങളും ശക്തിയും കൊടുത്ത് നയിക്കുന്നത്. ഇന്നും ആ ആത്മാവിൽ വിശ്വസിക്കുന്നവർക്ക് കാണാൻ പറ്റും ദുർബലരെ ഉയർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. തകർന്ന് തരിപ്പണമായി പോകാമായിരുന്ന ജീവിതങ്ങളെ അവൻ്റെതാക്കി മാറ്റിയിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ട് അവരുടെ മേൽ അനുഗ്രഹത്തെ, അധികാരത്തെ നൽകി അവരെ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി കാണാൻ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ആത്മാവിൻ്റെ സഹായം ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും ദൈവം കൃപ തരും. നമുക്ക് പഴി പറയുന്നവരുടെ കൂട്ടത്തിൽ കൂടണോ, അതോ പ്രത്യാശയോടെ കർത്താവിൻ്റെ ഹൃദയം വായിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ സഭയെ പടുത്തുയർത്തുവാൻ, സഭയെ വിമലീകരിക്കുവാൻ, വിശദീകരിക്കുവാൻ, നവീകരിക്കുവാൻ നിന്റെ പങ്കാളിത്തം പ്രാർത്ഥനയിലൂടെ, ജീവിത സാക്ഷ്യത്തിലൂടെ, ജീവിത നവീകരണത്തിലൂടെ സുവിശേഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി കർത്താവിൻ്റെ കൃപയുടെ അനുഗ്രഹങ്ങൾ അതിൽ നിന്ന് ഊളിയിട്ട് സ്വീകരിച്ച് അഭിഷേകത്തോടെ ഉണർന്നെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തണോ? എൻ്റെ നിങ്ങളുടെയും ടേൺ. പ്രിയപ്പെട്ടവർ, ഞാനാണ് എൻ്റെ തിരഞ്ഞെടുപ്പ്, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത്. ഞാനെടുക്കുന്ന യെസ് അത് കർത്താവിനൊപ്പമാണെങ്കിൽ അത് നിലനിൽക്കും. ഞാനെടുക്കുന്ന യെസ് തിന്മയ്ക്കൊപ്പമാണെങ്കിൽ, അബദ്ധ പ്രബോധനങ്ങൾക്കൊപ്പമാണെങ്കിൽ, വിമർശനക്കൂട്ടങ്ങളുടെ ഒപ്പമാണെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹത്തിന് ചേരാത്ത വിഭജനത്തിൻ്റെ കൂട്ടായ്മയുടെ കൂടെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നിൻ്റെ നാശത്തിന്, എൻ്റെ നാശത്തിന് കാരണമാകും. ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. അനുരഞ്ജനത്തിൻ്റെ പാത്രമാകണോ അതോ അവിവേകത്തിൻ്റെയും വിഭജനത്തിൻ്റെയും പങ്കാളിത്തം വേണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട യഥാർത്ഥ മനോഭാവം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരിക, അവിടുത്തെ വചനം തരുന്ന പ്രത്യാശയിലേക്ക് മടങ്ങി വരിക, അവിടുത്തെ കുർബാന തരുന്ന ഉറപ്പുള്ള സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരിക. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങൾ ലോകത്തിലുണ്ട്. എന്താ ചെയ്യാൻ പറ്റുന്നത്? ആ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഏത് കെട്ടുപാടുകളിൽ നിൽക്കാൻ, ദാനിയേല് സിംഹക്കുഴിയിൽ അകപ്പെട്ടപ്പം, മരണം മാത്രം മുമ്പിൽ വന്നപ്പം, ആ 7 ദിവസവും സിംഹക്കുട്ടികളുടെ വായ്മൂടിയ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. വിശന്ന് ഭയന്ന് സങ്കടപ്പെട്ടു നിൽക്കുന്ന ദാനിയേൽ ആയിരിക്കുന്ന സിംഹക്കുട്ടിൻ്റെ ആ സിംഹമടയിലേക്ക് ഇറങ്ങി വരാൻ ഹബക്കുക്ക് എന്ന പ്രവാചകനെ അയക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണ്. ഹബക്കുക്ക് എന്ന പ്രവാചകൻ ആ സിംഹക്കുഴിയുടെ മുകളിൽ നിന്ന് ദാനിയേലിനെ വിളിച്ചു പറയുന്ന വാക്കുകൾ എൻ്റെ നേരെ, നിങ്ങളുടെ നേരെ അസാധാരണമായ ദൈവസ്നേഹത്തിൻ്റെ അകമ്പടിയോടെ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിച്ചാൽ ഹബക്കുക്ക് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ദാനിയേലേ,
ദൈവത്തിന് പ്രിയപ്പെട്ട മകനെ, ദൈവം നിനക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന അപ്പം ഭക്ഷിച്ചാലും, പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അറിയാം ഞാൻ വഴിയല്ല ദാനിയേലിന് നന്മ സംഭവിക്കുന്നത്. നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ വഴി എന്തെങ്കിലുമൊക്കെ നന്മ സംഭവിക്കുമ്പം അത് ഞാൻ വഴി സംഭവിച്ചതല്ല, ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ കരങ്ങളെ ഉപയോഗിച്ചു എന്ന് മാത്രം. വിശുദ്ധ പൗരോഹിത്യം കർത്താവ് സഭയെ സ്ഥാപിച്ചത് എന്തിനാ? ദുർബലരായ മനുഷ്യരെ വിശ്വസിച്ചത് എന്തിനാ? തൻ്റെ കരമായിട്ട് മാറാൻ, തൻ്റെ വിളമ്പുകാരായിട്ട് മാറാൻ. അപ്പം ഈശോ മിശിഹ ദൈവജനത്തിന് ആരംഭത്തിൽ ഒരു അത്ഭുതമായിട്ട് കൊടുക്കുമ്പം അപ്പസ്തോലന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പാവപ്പെട്ട മനുഷ്യരാ, അവർക്ക് എങ്ങനെ കൊടുക്കാനാ? അവർക്ക് തന്നെയുള്ള പ്രാണനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ശക്തി ശേഷി ഇല്ലാത്തവരാ, അവരെങ്ങനെ കൊടുക്കും? പക്ഷേ വചനം പറയുകയാണ്, ഈശോ അവരിലൂടെ ഈ അപ്പം വിളമ്പാൻ മുൻപ് തീരുമാനിച്ചു. അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അവന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിളമ്പുകാരാ. കർത്താവിൻ്റെ സ്നേഹം വിളമ്പാൻ, കൃപകളെ വിളമ്പാൻ, അവിടുത്തെ ശരീരത്തെ വിളമ്പാൻ, അവിടുത്തെ ചൈതന്യത്തെ വിളമ്പാൻ എന്നെ നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തത് അവിടുത്തെ കരുണയാണ്. അവിടുത്തെ കരുണയാണ് പൗരോഹിത്യം, അവിടുത്തെ കരുണയാണ് സന്യാസം, അവിടുത്തെ കരുണയാണ് കുടുംബജീവിതം. കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് മക്കളെ ഈശോയ്ക്ക് വേണ്ടി സ്വീകരിച്ച്, ഈശോയ്ക്ക് വേണ്ടി വളർത്തി, അവരെ വലുതാക്കി നിത്യജീവിതത്തിലേക്കുള്ള പ്രകാശം കൊടുത്ത് മടങ്ങുക. പ്രിയപ്പെട്ട ഈ നിയോഗം സത്യസഭയിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുമ്പം നമ്മുടെ ദൗത്യത്തെ ചെറുതായി കാണരുത്. ഈ നിമിഷങ്ങളിൽ രാവിൽ നമ്മുടെ മേൽ കർത്താവിൻ്റെ മഹത്വം നിറയാൻ പ്രാർത്ഥിക്കാം. ഈശോയുടെ ശരീരമാണ് നമ്മളെന്ന് പറയുമ്പം, പ്രിയപ്പെട്ടവരെ, മാമോദിസായിൽ ലഭിക്കുന്ന അനുഗ്രഹം എന്താ? മാമോദിസായിൽ നമ്മൾ ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും ഐക്യപ്പെടുന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മൾ ഐക്യപ്പെടുമ്പം കർത്താവിൻ്റെ യഥാർത്ഥ ശരീരമായി ഞാൻ നിങ്ങൾ മാറുക. മാമോദിസ സ്വീകരിച്ച ഓരോ മകനും മകളും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടുത്തെ ഉത്ഥാന ശരീരത്തിൽ എനിക്കൊരു പങ്കാളിത്തം കിട്ടി. അത്രയും വിലയുണ്ട് അതിന്. വില അറിയാത്ത കൂദാശ സ്വീകരണങ്ങളാണ് നമ്മളെ സാധാരണ മനുഷ്യരായി ജീവിക്കാൻ കാരണമാക്കുന്നത്. നമ്മൾ അസാധാരണമായ അഭിഷേകം പ്രാപിച്ചവരെന്ന സത്യം മാമോദിസായിലൂടെ പ്രിയപ്പെട്ടൊരു കർത്താവായ മിശിഹായുടെ തിരുശരീരത്തിൽ, അവിടുത്തെ മരണത്തിൽ എനിക്ക് പങ്കാളിത്തം കിട്ടി. അവിടുത്തെ ഉദ്ധാന ശരീരമായി എൻ്റെ ശരീരങ്ങൾ രൂപാന്തരപ്പെടാൻ ദൈവം ഇടവരുത്തി എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ കുർബാനയിൽ നമ്മളെങ്ങനെയാണ് ആ ശരീരത്തിൽ പങ്കുചേരുന്നതിലൂടെ, പരിശുദ്ധ കുർബാന എന്ന ഈശോ മിശിഹായുടെ ജീവനുള്ള ശരീരത്തിൽ നമ്മൾ പങ്കുപറ്റുന്നതിലൂടെ നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൽ പങ്കുചേരുന്നു. വീണ്ടും പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ഒരു ഈശോ മിശിഹ ശിരസ്സായിരിക്കുന്ന ശരീരത്തെ ധ്യാനിക്കുമ്പം വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, പൗലോസ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 1-18 വചനത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവാണ് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്, അവനിലൂടെ എല്ലാം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശിരസ്സായ ഈശോ അവിടുന്നിലേക്ക് നാം വളരാൻ വേണ്ടി സഭയാകുന്ന തൻ്റെ ശരീരത്തിന് വേണ്ടതെല്ലാം നൽകുന്നു. ശിരസ്സായ മിശിഹ, അതിൻ്റെ ശരീരമായ സഭ ശിരസ്സെല്ലാം നിയന്ത്രിക്കുന്നു. നമുക്കറിയാം, ശിരസ്സെല്ലാം നേതൃത്വം വഹിക്കുന്നു. ശിരസ്സാണ് നേതൃത്വം. മിശിഹ സഭയുടെ ശിരസ്സാണെന്ന് അറിയുമ്പോൾ നമ്മൾ അറിയേണ്ട മറ്റൊരു സത്യമാണ്, യഥാർത്ഥത്തിൽ സഭയുടെ നേതൃത്വത്തിൽ കർത്താവിനെ തന്നെ നമുക്ക് കാണാൻ പറ്റണം. പാവപ്പെട്ട മനുഷ്യരെ തൻ്റെ സ്ഥാനത്തേക്ക് കർത്താവ് ഉയർത്തുമ്പം ആ സ്ഥാനത്തിരിക്കുന്നവർ ഓർക്കണം, ഞാൻ കർത്താവിൻ്റെ പ്രതിപുരുഷനാണ്, കർത്താവിൻ്റെതാണ്, കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിൽ, കർത്താവിൻ്റെ മഹിമയിൽ, കർത്താവിൻ്റെ മഹത്വത്തിൽ ഞാൻ വചനം വിളമ്പാൻ, ഞാൻ സ്നേഹം വിളമ്പാൻ, ഞാൻ കൂദാശകൾ വിളമ്പാൻ കടപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മനസ്സോടും ഹൃദയത്തോടും കൂടി ഓരോ പുരോഹിതനും വർത്തിക്കണം, ഓരോ സന്യാസിനിയും വർത്തിക്കണം, ഓരോ പ്രേക്ഷിതനും വർത്തിക്കണം. കർത്താവിൻ്റെ സ്ഥാനത്ത് തന്നെ അത്രയും മഹിമയുണ്ട്, അത്രയും മഹത്വമുണ്ട്, ആ ഡിഗ്നിറ്റി. അതുകൊണ്ടാണ് പുരോഹിതർക്ക് വേണ്ടി എപ്പോഴും കാത്തു സൂക്ഷിച്ചു വെക്കേണ്ട മനോഹരമായ സദ്ഗ്രന്ഥം എഴുതിയ അൽഫോൺസ് ലിഗോരി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദ ഡിഗ്നിറ്റി ഓഫ് ദ പ്രീസ്റ്റ്ഹുഡ്. ദ ഡിഗ്നിറ്റി ഓഫ് ദ പ്രീസ്റ്റ്ഹുഡ്. പ്രിയപ്പെട്ട, അത്രയും ഡിഗ്നിറ്റി ഉണ്ടെന്നുള്ള സത്യം. ആ ഡിഗ്നിറ്റി, ദൈവമഹത്വം നഷ്ടപ്പെട്ടതാണ് നമ്മുടെ കാലഘട്ടത്തിൽ. നമുക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കുവാനാണ് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ച് സഭയെ ശക്തിപ്പെടുത്തേണ്ടത്. പ്രിയപ്പെട്ട ഒരു കർത്താവിൻ്റെ സഭയുടെ മഹത്വം നിറയാൻ ഞാനും നിങ്ങളും കൂടുതൽ വിശ്വസ്തരാകണം, കൂടുതൽ വിശുദ്ധരാകണം, കൂടുതൽ ദൈവ മനസ്സ് വായിക്കാൻ, സുവിശേഷം അറിയണം, ആഴത്തിൽ അറിയണം, കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തെ ഏറ്റവും അധികം വിലമതിക്കണം. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ മണവാട്ടിയാണെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും 1 കൊറിന്തോസ് 6:15-17 എഫേസസ്
25, 26 എല്ലാം ഈ രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മളെ കർത്താവ് മണവാളനാണെന്ന് സ്നാപകയോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുമ്പം സ്നാപകൻ പറയുന്നുണ്ട്, മണവാട്ടി ഉള്ളവനാണ് മണവാളൻ, സ്നേഹിതൻ ആ മണവാട്ടിയുള്ള മണവാളനെ കണ്ട് സന്തോഷിക്കുന്നു. കർത്താവാണ് മണവാളൻ. ആ മണവാളൻ സഭയാകുന്ന തൻ്റെ മണവാട്ടിയെ എപ്പോഴും നിർമ്മലയായി കാത്തു സൂക്ഷിക്കുവാൻ നിരന്തരം ആഗ്രഹിക്കുന്നു. അവൻ തൻ്റെ മണവാട്ടിയെ വിലയുള്ളവളാക്കി മാറ്റിയത് പ്രിയപ്പെട്ടവളെ തൻ്റെ പ്രാണനെ, തൻ്റെ പരിശുദ്ധ രക്തത്തെ ആ മണവാട്ടിക്ക് അവളുടെ വിശുദ്ധീകരണത്തിനായി നൽകിക്കൊണ്ടാണ്. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ അർപ്പിക്കുകയും ചെയ്തു. തൻ്റെ മണവാളനോടെന്നതുപോലെ സഭ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ അവൾ തന്നെ ഒരു രഹസ്യമായി തീരുന്നു. ആ തിരിച്ചറിവോടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെങ്കിൽ മണവാളൻ്റെ മഹത്വം അറിഞ്ഞ് വിശ്വസ്തതയിൽ, വിശുദ്ധിയിൽ, നിർമ്മലതയിൽ, യേശുക്രിസ്തു കറയോ കളങ്കോ ഇല്ലാത്ത ഏറ്റവും പരിശുദ്ധനായ ദൈവമായതുകൊണ്ട് അവൻ്റെ മണവാട്ടിയായിട്ട് നിലയുറപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുപ്പ് നടത്തിയ സത്യസഭയുടെ ഓരോ അംഗവും ആ മണവാട്ടിത്വത്തിൽ പങ്കുചേരുന്നുണ്ട്. അത് സമർപ്പിതരും വൈദികരും മാത്രമല്ല അതിൽ പങ്കുചേരുന്നത്, ദൈവജനം മുഴുവൻ ആ മണവാട്ടിത്വത്തിൽ പങ്കുചേരുന്നുണ്ട്. വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കടമ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവർക്കും ഒരുപോലെ ഉണ്ട്. നമുക്ക് ആർക്കും പാവം ചെയ്യാനുള്ള ലൈസൻസ് ഒരു കാരണത്താൽ ലോകത്തിലില്ല. നമ്മളെല്ലാവരും നിഷ്കളങ്കരും നിർദോഷരുമായി കർത്താവിൻ്റെ തിരുസനിൽ നിരന്തരം നിലയുറപ്പിച്ച് നിത്യതയെ നോക്കി പാർത്ത് ജീവിക്കേണ്ട കർത്താവിൻ്റെ വിശുദ്ധ കൂടാരത്തിൽ മണവാട്ടി സ്വീകരിക്കപ്പെടാൻ തക്കവിധം യുഗാന്ത്യോന്മുഖമായി ജീവിക്കേണ്ട സമൂഹമാണ്. ആ സത്യമായ യാഥാർത്ഥ്യത്തെ ആഴത്തിലറിയാൻ പ്രിയപ്പെട്ട സഭയെക്കുറിച്ചുള്ള യഥാർത്ഥ ധ്യാനം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങാൻ, നമ്മുടെ സമൂഹങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ നമ്മൾ ആഗ്രഹിക്കട്ടെ. ഈ രാവിൽ പ്രിയപ്പെട്ടവരെ, ദുർബലരെ ഉയർത്തുന്ന ദൈവശക്തി, മനസ്സ് മുറിഞ്ഞ് തകർന്ന് തരിപ്പണമായി കുടുംബ ബന്ധങ്ങൾ ഉലച്ചിലുകളിലൂടെ കടന്നു പോകുന്ന കർത്താവ് ഭരമേൽപ്പിച്ച ദൈവിക നിയോഗങ്ങളുടെ ജീവിതം ജീവിക്കാൻ വല്ലാതെ പങ്കപ്പാടുപെടുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുന്ന രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ രാവിൽ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് പ്രകാശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കുർബാനയിലെ ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ തൻ്റെ സഭയിൽ തൻ്റെ ശരീരത്തെ നൽകിക്കൊണ്ട് സഭയെ വിശുദ്ധീകരിക്കുന്ന കർത്താവിനെ കുർബാനയിൽ ആരാധിച്ചുകൊണ്ട് ദൈവമഹത്വത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈ സമയം ഇറങ്ങി വരണമേ, സമൂഹങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കൾ ഒന്നിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നായകനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ.
ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ. ഒരു നിമിഷം കർത്താവിനെ ഒന്നിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ജീവനുള്ള ദൈവം സ്വർഗത്തിൽ നിരന്തരം മലാഖമാരാൽ വിശുദ്ധരാൽ സ്തുതിക്കപ്പെടുന്നവൻ, ദുർബലരായ മനുഷ്യർ വസിക്കുന്ന ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ മക്കളുടെ അടുക്കലേക്ക് അവരെ ഉപേക്ഷിക്കാതെ കടന്നു വരുന്ന അനുഗ്രഹത്തിൻ്റെ സമയമാണ് പരിശുദ്ധ കുർബാനയുടെ സമയം, പരിശുദ്ധ കുർബാന ആരാധിക്കുന്ന സമയം. പ്രിയപ്പെട്ടവർ, ഈ രാവിൽ സ്വർഗം മണ്ണിലിറങ്ങി നിൽക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിൽ സ്വർഗത്തിലേക്ക് ഈ മണ്ണിലായിരിക്കുന്ന നമ്മൾ ആകും വിധം നമ്മുടെ ഹൃദയം ഉയർത്തി, മനസ്സുയർത്തി, നമ്മളായിരിക്കുന്ന ഇടം തമ്പുരാൻ്റെ മഹത്വം കൊണ്ട് നിറയണമെന്ന് ആഗ്രഹിച്ച് കുറവും പോരായികയുള്ള നമ്മൾ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഹൃദയവിലാപത്തോടെ, മിശിഹ ശിരസായിരിക്കുന്ന ശരീരത്തിലെ അംഗങ്ങളായ ഞങ്ങൾ അങ്ങയിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗ്ഗമില്ലെന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ആശ്രയം വെച്ചുകൊണ്ട് ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ വിളിക്കട്ടെ. ഈശോയേ ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വമുള്ള അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധിക്കാം, സ്തുതിക്കാം. നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. മഹത്വത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കുടുംബങ്ങളിൽ നിറയട്ടെ, സമൂഹങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പരമ പരിശുദ്ധനായ ദൈവത്തെ സ്വർഗവാസികളോട് ചേർന്ന് നിങ്ങളുടെ മക്കൾ ഒന്നിച്ചാരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, മനുഷ്യൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടത് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിലൂടെയാണ്. ദൈവം സമാനതകളില്ലാത്ത പരിശുദ്ധിയുടെ അപരിമേയമായ സാന്നിധ്യമായവൻ ആ മഹിമ അല്പകാലത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ നോക്കിയപ്പം അവരുടെ അവസ്ഥയെ വല്ലാതെ മനസ്സിലാക്കിയപ്പോൾ വീണ്ടെടുപ്പിലേക്ക് അവരെ നയിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വമുള്ള പീഠത്തിൽ നിന്ന് ഇറങ്ങി മണ്ണിൻ്റെ ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യാവതാരം പൂണ്ട് യേശുമിശിഹ രക്ഷകനായവൻ നമുക്ക് നാഥനായി. പിതാവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കായി ഈശോയ്ക്ക് ഇത്രമാത്രം ശക്തിയോടെ മധ്യസ്ഥം വഹിക്കാനുള്ള കാരണം ഈശോ നമുക്ക് വേണ്ടി മനുഷ്യനായി, ഈശോ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞു ശിശുവായി. സാധാരണ കുടുംബത്തിൽ അസാധാരണമായ സാധാരണത്തോടെ 30 വർഷങ്ങൾ ശാന്തമായി മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ഈ ഭൂമിയിൽ ദൈവം തന്നെ നോക്കാൻ ഫലമേൽപ്പിച്ച ഭൂമിയിലെ മാതാപിതാക്കളെ അപ്പാന്ന് വിളിച്ച് അമ്മയെന്ന് വിളിച്ച് അവർക്ക് വിധേയപ്പെട്ട് അവർക്കൊപ്പം അവരുടെ പ്രിയപ്പെട്ട പുത്രനായി ഈശോ ജീവിച്ചു. തൻ്റെ പരസ്യ ജീവിത ശുശ്രൂഷയിൽ ഏറ്റവും എളിയ മക്കളോടൊപ്പം കരം കോർത്ത് പിടിച്ച് അവരുടെ തോളോട് തോള് ചേർന്ന് ഈ ഭൂമിയിൽ യാത്ര ചെയ്ത് പാപികളെ സ്നേഹിച്ച് അവരെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിച്ച് രോഗികളെ തൊട്ട് സുഖപ്പെടുത്തി കുഞ്ഞുമക്കളെ മടിയിലിരുത്ത് ആശീർവദിച്ച് പാവപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ വലിയ പ്രകാശവും പ്രത്യാശയുമായി നടന്നു നീങ്ങി. തൻ്റെ ജീവിത നിയോഗം, മാനവ രക്ഷ, മനുഷ്യന്റെ വീണ്ടെടുപ്പ്, ആ നിയോഗത്തെ നിരന്തരം ഓർമ്മയിൽ കാത്തു സൂക്ഷിച്ച് അതിനുവേണ്ടി ഒരുങ്ങി കാൽവരിയിലേക്ക് ദൃഷ്ടികൾ നിരന്തരം ഉയർത്തി ഭൂമിയിൽ യാത്ര ചെയ്ത് പീഡാസഹനത്തിന്റെ കുരിശുമരണത്തിന്റെ ദിനങ്ങളെ മുൻപേ തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരോട് മുന്നറിവായി ഓർമ്മിപ്പിച്ച് എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്, മുങ്ങോളം ഞാൻ അസ്വസ്ഥനാണെന്ന് പറഞ്ഞ അസ്വസ്ഥത ആത്മാവിൽ വഹിച്ച് പിതാവിൻ്റെ തിരുസന്നിധിയിൽ നീണ്ട മണിക്കൂറുകൾ ആ വിശുദ്ധ ദിവസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി ഈശോ തൻ്റെ ശരീരത്തിൽ പാടുപീഡ സഹിച്ച് നിന്നാപമാനം വഹിച്ച് നഗ്നനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവസാനത്തുള്ളി രക്തവും ചിന്തി മരിച്ചപ്പോ പാപാന്തകാരത്തിൽ നിന്ന് മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ടു. പാപത്തിന്റെ ബന്ധനങ്ങൾ ഈ ഭൂമിയിൽ നീങ്ങാൻ കർത്താവിന്റെ ബലി സമർപ്പണം കാരണമായി. അത് കാലഘട്ടത്തിൽ പ്രത്യാശയോടെ വിളമ്പുവാൻ പരിശുദ്ധ സഭയെ കർത്താവ് നിയോഗിച്ചു. ആ സഭയിലൂടെ അത് സ്വീകരിക്കുവാൻ ദൈവമക്കളെ കർത്താവ് നിരന്തരം ക്ഷണിക്കുന്നു. അനുതാപത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ കർത്താവിന്റെ ബലിയുടെ അനന്ത യോഗ്യത വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കൾ കൂട്ടായ്മയോടെ ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ബലിയുടെ യോഗ്യതയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ അനുതാപത്തോടെ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തിൽ എന്റെ ജീവന്റെ വീണ്ടെടുപ്പുണ്ടെന്നുള്ള ബോധ്യത്തോടെ, വിശുദ്ധീകരണം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ, എത്രമാത്രം തകർക്കപ്പെട്ടവനാണെങ്കിലും എന്റെ രക്ഷകൻ ജീവിക്കുന്നു എന്ന്, എത്രമാത്രം പാപത്തിന്റെ സ്വാധീനങ്ങളിൽ അകപ്പെട്ട ആളാണെങ്കിലും അനുതാപത്തോടെ കർത്താവിനെ നോക്കിയാൽ ഏത് അന്ധകാരത്തിന്റെ സ്വാധീനത്തിൽ നിന്നും എന്റെ ദൈവം എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന തിരിച്ചറിയോടെ, ഏത് ഊരാക്കുടുക്കിൽ നിന്നും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും കർത്താവിന്റെ കൃപയ്ക്ക് ചേരാത്ത സ്വാധീനങ്ങളിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കാൻ എന്റെ കർത്താവിന് കരുത്തുണ്ട്, ശക്തിയുണ്ടെന്നുള്ള തിരിച്ചറിയോടെ മക്കളെ വിളിക്കട്ടെ. ഈശോയേ, വിശ്വാസത്തോടെ ഈ രാവിലെ വലിയ വിടുതൽ സംഭവിക്കട്ടെ, വിമോചനം കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ അന്ധകാര സ്വാധീനങ്ങൾ എഴുന്നേൽക്കട്ടെ.
ദുശ്ശീലങ്ങൾ, അടിമത്തങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. രോഗികൾ യേശുവിന്റെ ശരീര രക്തങ്ങളുടെ അനന്ത യോഗ്യതയാൽ സുഖമാക്കപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം ഈ രാവിൽ ഭവനങ്ങളിൽ നിറയട്ടെ, കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. കുഞ്ഞുമക്കളുടെ ജീവിതങ്ങളിൽ, യൗവനങ്ങളിൽ, വയോധികരിൽ, രോഗികളിൽ, സമർപ്പിതരിൽ കർത്താവിന്റെ മഹത്വം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങളുടെ തകർച്ചകളിലേക്ക് നീ വരണമേ, മുറിവുകളിലേക്ക് സൗഖ്യമായി വരണമേ, സൗഖ്യത്തിന്റെ ലേപനം പുരട്ടണമേ, വിശുദ്ധിയുടെ തെളിച്ചം തരണമേ, ജീവിക്കാൻ ശക്തി തരണമേ, ഉന്മേഷം തരണമേ, വീണ്ടെടുക്കണേ ദൈവമേ. ഈശോയേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ, നിൻഗീതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരന ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരന ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ആരാധന 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 ആരാധന. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഈശോ തൊടേണ്ട എല്ലാ മേഖലകളും സമർപ്പിക്കുക. ഈശോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരും, നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവിതങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരും. ഈ നാളുകളിൽ പഠനം, പരീക്ഷയൊക്കെ വലിയ ഭാരമായി കടന്നു പോകുന്ന മക്കള് ഈ സമയം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി ശക്തമായ സാന്നിധ്യം കർത്താവിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കുടുംബ ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ, ജീവിത പങ്കാളിയുടെ മദ്യപാനം, മറ്റ് സ്വഭാവ വൈകല്യങ്ങളാൽ വേദനിക്കുന്ന മക്കള് കർത്താവിൻ്റെ തിരുസന്നിധി ഈ സമയം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സമൂഹ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മക്കള് കർത്താവിൻ്റെ തിരുസന്നിധി സൗഖ്യത്തിന് വേണ്ടി, ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കരുണയും സൗഖ്യവും വീണ്ടെടുപ്പും വിശുദ്ധീകരണവും ഈ രാവിൽ മക്കളുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ നിറയപ്പെടാൻ യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. മക്കള് കർത്താവിൻ്റെ സ്നേഹത്താൽ ഈ നിമിഷങ്ങളിൽ മക്കള് വലിയ സൗഖ്യം, വിമോചനം അനുഭവിക്കട്ടെ. എല്ലാ മക്കളും ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ആരാധന. ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകടമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ വരണമേ, ഈശോയേ വരണമേ.
ഈശോയേ വരണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.